Let's introduce today's Naatukutam. Hi, Karan Cheta, Joy Cheta, Na Cheta and Soumyechi. ഒരു കാലഘട്ടം മുഴുവൻ അല്ലേ ഷോസ് ഒക്കെ ചെയ്ത് ഭയങ്കര ആരാധകരൊക്കെയുള്ള ബിഗ് ടൈം ആങ്കേഴ്സ് ആണ് നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത്. അത് മാത്രം പോയി കുറച്ച് പൊക്കിക്കോ. ഒരു കാലഘട്ടം എന്നൊക്കെ പറയുമ്പോൾ പീരിയോഡിക്കൽ മൂവി കണക്ക് ഇപ്പോഴും അതെ ഇപ്പോഴും അതേപോലെ തന്നെ. പക്ഷെ ഇപ്പോഴും എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്നാന്നറിയോ, ഇപ്പം കുറേ ഫീൽഡ് ഉണ്ടല്ലോ. നീ ടി വിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, മറ്റത് ടി വിയിൽ എന്ന് പറയുന്നതിൽ നിങ്ങളെ മാത്രം കണ്ടു വളരുന്നു. നിങ്ങളെ എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എല്ലാവരും ഹീറോസ്, എല്ലാവരും സ്റ്റാർസ് ആണ്. പക്ഷെ അന്ന് നിങ്ങളായിരുന്നു സ്റ്റാർസ്. ഞങ്ങൾ അഹങ്കാരികളായിരുന്നു. അല്ല, എനിക്ക് ആക്ച്വലി കോമ്പറ്റീഷൻ കുറവായിരുന്നു. ഈ അഹങ്കാരം വെച്ചിട്ട് എപ്പോഴെങ്കിലും എന്തെങ്കിലും നേടിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ അങ്ങനെയല്ല. കരണ് അഹങ്കാരം കൊണ്ട് ഗുണം ഉണ്ടായിട്ടുണ്ട്. എന്നതാ ബീവറേജിന്റെ ക്യൂ നിന്നപ്പോ എല്ലാരും വിളിച്ചു പറഞ്ഞു, അപ്പൊ തന്നെ ഫ്രീ ആയിട്ട് ഞാൻ ഇതുവരെ ക്യൂ നിന്നിട്ടില്ല, സത്യം പറയാലോ. ഞാൻ അത്യാവശ്യം 1-2 അടിക്കും, പക്ഷെ ഞാൻ ക്യൂ നിൽക്കേണ്ട അവസരം എനിക്ക് ഉണ്ടാക്കി തന്നിട്ടില്ല. കാര്യം ജോയിച്ചേട്ടൻ മേടിച്ചു തരും. പുള്ളി പ്രീമിയത്തിലാണ് ക്യൂ വയ്ക്കണ്ട. ഗേൾ ഫാൻസ് ഒരുപാടുണ്ടായിരുന്നു. എലീന ഗേൾ ഫാൻസിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ സ്റ്റാർട്ടിങ് മുതൽ ചോദിക്കണം വിചാരിക്കായിരുന്നു. നാഷേട്ടനോടും കരൺ ചേട്ടനോടും ചോദ്യം. എനിക്ക് ഗേൾ ഫാൻസ് കുടുംബ പ്രേക്ഷകരായിരുന്നു. കുടുംബ പ്രേക്ഷകർക്കുള്ള ആളല്ല. അല്ല, എന്റെ ചോദ്യം എന്ന് വെച്ചാല് നിങ്ങക്ക് ആ സമയത്ത് എന്തായാലും ഒരുപാട് ഗേൾ ഫാൻസ് ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പം അതില് കിട്ടിയ ഏതെങ്കിലും മറക്കാൻ പറ്റാത്ത ഒരു പ്രണയലേഖനം അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ? മെയിനായിട്ട് ചാനലിലേക്കാണ് ഈ കത്തുകൾ വരുന്നത്. ഈ കത്തുകൾ കിട്ടുന്നത് അവിടുത്തെ പ്രൊഡക്ഷൻ ബോയ്സിലായിരിക്കും. അവരാണ് മറുപടി അയക്കുന്നത്. ആക്ച്വൽ ഫാക്ട് പറയാം, ജോയിച്ചേട്ടൻ പറയുന്നത് ഒരു പരിധി വരെ ശരിയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഫോൺ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള, ഇതെല്ലാം പല പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ്, ഫോൺ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള പയ്യന്മാരോട് പറയാം ഇന്ന കൈൻഡ് ഓഫ് കോളേഴ്സിനെ കണക്ട് ചെയ്യാൻ പറയാം. അപ്പോൾ അവർ ആ കോളേഴ്സിനെ സ്കാൻ ചെയ്ത് ഇവരൊരു 500 കോളർ പിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 5-6 പേര് കാണും. ഒറ്റ ലൈനിൽ നിന്ന് ഒരു 10 കണക്ഷൻ കാണും. അവർ ചെക്ക് ചെയ്ത് എടുക്കുന്ന കോളുകൾ അവർ കണക്ട് ചെയ്യും. അവർക്ക് ശരിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളെല്ലാം ഈ പ്രേമലേഖനങ്ങളോ എന്തെങ്കിലും കോളുകളോ ഒക്കെ കിട്ടുന്ന അവർക്കാണ്. ഞങ്ങളിലേക്ക് ഇത് എത്തുന്നേ ഇല്ല. എന്തോ പറയണ്ട, മുഖം കണ്ടാണ് ഇതിലെ നൊട്ടോറിയസ്. ചുമ്മാ ഈ ഫ്രണ്ട്സ് സുഹൃത്തുക്കൾ എല്ലാവരും ഇങ്ങനെ വെറുതെ പറഞ്ഞു എന്നെ നൊട്ടോറിയസ് ആക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ മോളെ, ഈ പണ്ട് നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയം മുതൽ തന്നെ ഈ ഫാൻസ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിലോട്ടൊന്നും വലിയ ഞാൻ ഹമ്പിൾ ആണ്, ഇവന്മാർ സമ്മതിക്കാറില്ല. അപ്പം എല്ലാവരും നമ്മളെ മനസ്സിലാക്കുന്ന പീപ്പിൾ നോട്ടീസസ് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം. അപ്പം അതിന്റെ പേർക്സ് തന്നെയാണ് പല സ്ഥലത്തും കിട്ടിയിട്ടുള്ളത്. ഈ ബിവറേജസിൽ പോകുന്ന കാര്യം മാത്രം, നമ്മളൊരു മൂവിക്ക് പോകുമ്പോൾ വീണ്ടും പിടിക്കാതെ സത്യം ഇനി പറയണം. ഓക്കെ, അപ്പം നമ്മൾ പല സ്ഥലത്ത് പോകുമ്പോൾ പല പ്രിവിലേജസ് അൺഫോർച്ചുനേറ്റ്ലി ഫോർച്ചുനേറ്റ്ലി വരാറുണ്ട്. അപ്പം അതിനെ നന്നായിട്ട് നോക്കാറേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ മറക്കാൻ പാടില്ലാത്ത, അല്ല മറക്കാൻ പറ്റാത്ത എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി പേരൊക്കെ നമ്മളിങ്ങനെ കാണാൻ വരാറുണ്ട്. വെരി ഫണി ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ അത് കുറച്ച് അൺഫോർച്ചുനേറ്റ് ആണ്, അതുകൊണ്ട് ഞാൻ പേരൊന്നും പറയുന്നില്ല. ഒരു ഇൻഫാക്ച്വേഷൻ ആയിരുന്നു ആ സമയത്ത്. ആ കുട്ടിക്ക് തോന്നിയ ഒരു ഇൻഫാക്ച്വേഷൻ തന്നെയാണ് എന്ന് തന്നെ പറയാം. ഭയങ്കരമായിട്ട് പുള്ളിക്കാരത്തിക്ക് ഒരു ഇഷ്ടമൊക്കെ തോന്നി വെച്ച് സ്ഥിരം ചാനലിലേക്ക് ലെറ്റർ അയക്കുമായിരുന്നു. ഞാൻ എൻ്റെ ഷോയിലേക്ക് ലെറ്റർ അയക്കുമായിരുന്നു. അപ്പം ഏതോ ഒരു വിഷുവിൻ്റെ അന്ന് ഓണത്തിൻ്റെ അങ്ങനെ റെഡ് കളർ ഇങ്കിൽ ലെറ്റർ വന്നിരിക്കുന്നു. റെഡ് കളർ ഇങ്ക്. സോ ഇറ്റ് ഡിൻറ്റ് സീം ടു ബി ഓക്കെ. കാണാൻ എന്തോ ഒരു ഇതുപോലെ വന്നപ്പം അതിൻ്റെ കൂടെ ചെറിയൊരു നോട്ടും ഉണ്ട്. ഇത് ഇങ്ങനെ എഴുതിയതാണ്, റെഡ് എന്ന് പറഞ്ഞാൽ എടുത്ത് പറയുന്നില്ല എന്ന് പറഞ്ഞാൽ യുനോ ശരിക്കും. എന്നിട്ട് ഞാൻ പറയട്ടെ, ഇത് ഞാൻ വെറുതെ പറഞ്ഞില്ല. അതിനുശേഷം ഒരു ആഴ്ചയ്ക്ക് ശേഷം 2 ആഴ്ചയ്ക്ക് ശേഷം പുള്ളിയുടെ പാരൻസ് ഉൾപ്പെടെ ബ്രദർ ഉൾപ്പെടെ കാണാൻ വേണ്ടി വന്നിരുന്നു. അപ്പം റിസപ്ഷനിൽ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരാൾ ഞങ്ങളുടെ ഷോ കണ്ടിട്ട് നാഷണൽ കാണാൻ വേണ്ടി ഇങ്ങനെ വന്നിട്ടുണ്ട്, ഇങ്ങനെ ഫാമിലിയോടെ വന്നിട്ട്. ഞാൻ വെച്ച് ദൈവം പെട്ട് ഞാൻ വെച്ച് ദൈവം ഇത് പരിപാടി ബാക്ക് സൈഡ് കൂടെ ഓടണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഇങ്ങനെയാണ് പുള്ളിക്കാരത്തി. ഷീ ഡിഡ് സംതിങ് വെരി ബാഡ് ആൻഡ് ഷീ വാസ് ഹോസ്പിറ്റലൈസ്ഡ് ആൻഡ് ഓൾ ദാറ്റ് അൺഫോർച്ചുനേറ്റ്ലി. സോ അങ്ങനെ ഒരു വിഷമം കൊണ്ട് ഓർത്തിരിക്കുന്ന ഒരു സാധനമുണ്ട്. പക്ഷേ നൗ ഷീസ് ഓൾ ഗുഡ്, കുഴപ്പമൊന്നുമില്ല. ആ പ്രായത്തിൽ തോന്നിയതാണെന്നൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി. ഇത് അങ്ങനെയൊന്നുമല്ല, ഇത് ക്യാമറ കട്ട് എന്ന് പറയുന്നത് നമ്മൾ വേറെ ആൾക്കാരാണെന്നും ഈ കാര്യങ്ങളൊന്നുമല്ല, ജസ്റ്റ് ടി വി കാണുന്ന സാധനമാണെന്നും. സത്യമല്ലേ? അതാണ് പറഞ്ഞത്, ക്യാമറ കട്ട് ചെയ്തത് നമ്മൾ വേറെ ആണല്ലോ. ഈ ലൈവ് ഷോയെ കുറിച്ച് പറഞ്ഞല്ലോ, അതായത് എനിക്ക് ജീവിതത്തിൽ മറക്കാത്തൊരു സംഭവം പറയാം. കീർത്തിചക്ര, എനിക്ക് തോന്നുന്നു ശ്വേത അഭിനയിച്ചിട്ടുണ്ടോ, കീർത്തിചക്രയുടെ ആഘോഷം ട്രിവാൻഡ്രം സെനറ്റ് ഹാളിൽ വെച്ചിട്ടാണ്. ലാലേട്ടനൊക്കെ ഉണ്ട്. അപ്പോൾ കൈലാഷ് കെയർ എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ ഗായകൻ പാടാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ലാലേട്ടനൊക്കെ, ഞാനാണ് എൻ്റെ ഹോസ്റ്റ്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ച വീട്ടിലേക്ക് ലാലേട്ടൻ അദ്ദേഹത്തോട് പാടാൻ പറയുന്നു. അപ്പോൾ അദ്ദേഹം
ഭയങ്കര അദ്ദേഹം പറഞ്ഞു ഓക്കെ ഐ ക്യാൻ സിങ് എന്ന് പറഞ്ഞ് ക്യാൻ യു സീ ഷോ ലിറിക്സ് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ തൊട്ടടുത്ത് അതിൻ്റെ പ്രൊഡ്യൂസർ നിൽപ്പുണ്ട്, പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ അദ്ദേഹം പാട്ട് തുടങ്ങി, മറ്റേ ഹുദാസേ മന്നത്ത് കൊണ്ട് തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ ലിറിക്സ് ചോദിച്ചിരിക്കുകയാണ് പുള്ളി. തൊട്ടപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് പുള്ളി അപ്പം തന്നെ ലിറിക്സ് എഴുതി കൊടുത്തു. മലയാളത്തിലാണ് ഈ പുള്ളി ഇത് വിളിച്ചിട്ടേ ഹുദാസേ മന്നത്ത് എന്ത് വായിക്കും, മലയാളത്തിലാണ് ഹിന്ദിക്കാരന് കൊടുത്തേക്കുന്നത്. ആ സിനിമയുടെ പേര് പറഞ്ഞിട്ട് ഇനി പ്രൊഡ്യൂസറിന്റെ പേര് പറയുന്നില്ല. സിനിമയുടെ പ്രൊഡ്യൂസർ അല്ല, സിനിമയുടെ പ്രൊഡ്യൂസർ അല്ല, ആ പ്രോഗ്രാമിന്റെ പ്രൊഡ്യൂസർ. ഓൾറൈറ്റ്, ഇനി ഒരുപാട് കഥകളൊക്കെ ഉണ്ട്. നമുക്ക് സൗമ്യച്ചിന്റെയും കഥകളൊക്കെ കേൾക്കണം. അതിന് മുമ്പ് നമുക്കൊന്ന് ചിരിച്ചാലോ? കോമഡി മാസ്റ്റേഴ്സിലേക്ക് നമ്മൾ തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പടകളുടെ സ്കിറ്റും പെർഫോമൻസും ഒക്കെ കാണണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ സ്കിറ്റ് കാണാം. പാല് വേണോ മോനി? ഒന്നും കൂടെ വന്നേ. ആ ടോ അവിടെ വെച്ചിട്ട് നീ മാത്രം കൂടെ വന്നാ മതി. എടീ പൂച്ചയുടെ കൊച്ചവിടെ? അതിനെ നിങ്ങളുടെ മോനെടുത്ത് കുളിപ്പിച്ച്. മിടുക്കൻ. അതെ, വെള്ളം തോരാത്തോണ്ട് അതിനെ നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞ് ആ അഴയെ കൊണ്ട് ഉണക്കാൻ ഇട്ടിട്ടുണ്ട്. അവൻ എന്ത് ചതിയാണ് ഈ കാണിച്ചത്? അല്ലെങ്കിൽ എനിക്കറിയാം നിങ്ങൾക്ക് ആർക്കും എന്റെ പെറ്റ്സിനോട് യാതൊരു താല്പര്യമില്ല. ഞാൻ പെറ്റിനെ കുറിച്ച് എനിക്ക് താല്പര്യമുണ്ട്, നിങ്ങളുടെ പെറ്റ്സിനെ കുറിച്ച് നോക്കേണ്ട കാര്യം എനിക്കില്ല. എടി നിന്റെ ശ്രദ്ധക്കുറവ് കൊണ്ടാണ് എന്റെ സാറ് എല്ല് പൊട്ടി ചത്തുപോയത്. ഏത് സാറ്? സാറ് പട്ടി എല്ല് പൊട്ടി ചത്തത്. അല്ല, ഈ നെഞ്ചു പൊട്ടിച്ചാവൂന്നൊക്കെ കേട്ടിട്ടുണ്ട്, എല്ല് പൊട്ടിച്ചാവോ? എടി 2 മാസം ഞാനിവിടെ നിന്ന് മാറി നിന്നാ, എന്നിട്ട് നീ എന്റെ കൈസറിന് പച്ചവെള്ളം കൊടുത്താ ഒന്നും കിട്ടാതെ പട്ടിണിയായി. ആ പാവം എല്ലും തോലുമായി. അപ്പൊ അതിന്റെ മുമ്പിൽ വന്ന ഒരു പൂച്ചയെ കണ്ട് ഇതൊരൊറ്റ കൊരയാണ്, എല്ലും തോലുമായിട്ടിരിക്കല്ലേ. 2 വാരിയെല്ലും പൊട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ നോക്കുമ്പോ മുള്ളമ്പത്തിയുടെ ഫിഗർ പോലെ. ഞാൻ കൈസറേ നീ കൊരക്കല്ലേ, അവൻ വീട്ടിൽ കൊരച്ചു. അതോടെ എല്ലൊടിഞ്ഞ് താഴെ വീണു. ഇതൊക്കെ നീ ഈ ശാപമൊക്കെ എവിടെ കൊണ്ട് കളയാൻ പോണ്ടി? കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട, വെറുതെ അല്ല നാട്ടുകാർ മൊത്തം പട്ടി സാബു എന്ന് വിളിക്കണം. അതെ, അതെനിക്ക് സ്നേഹം കൊണ്ട് ഞാൻ അഭിമാനത്തോടെ എടുക്കും. എന്റെ മുഖത്ത് നോക്കി വേണമെങ്കിൽ തന്തക്ക് വിളിച്ചോ, പക്ഷെ പട്ടിനെ കുറിച്ച് പറയാൻ ഞാൻ സമ്മതിക്കില്ല. എടീ, പട്ടി എന്ന് പറയുന്നത് നന്ദിയുള്ള മൃഗമാണ്. പട്ടിക്ക് തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ മുമ്പിൽ വാലാട്ടും. നിനക്ക് തീറ്റ തന്നു കഴിഞ്ഞാൽ നീ എന്റെ മുഖത്തിട്ട് ആട്ടും. അതെനിക്കിപ്പോ വാല് കിട്ടാത്തതിന് ഞാൻ എന്തോ ചെയ്യാനാ? സാരില്ല, എന്റെ മോള് വിഷമിക്കണ്ട. അതിന്റെ ഒരു കുറവ് മാത്രമേ നിനക്കുള്ളട്ടാ. ആണോ? താങ്ക് യു. എന്താണ്? ഒന്നും ഞാൻ പറഞ്ഞില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ ഈ ഒരു 2 പട്ടീനെ കൊണ്ടുവന്നുണ്ടല്ലോ, ഒരു മുഴുത്ത പട്ടി, ഒരു കൊച്ചു പട്ടി. അതിന് ഏതെങ്കിലും കൂട്ടിനകത്ത് പിടിച്ചിട്ടോണം. എനിക്ക് അതിനെ നോക്കാനൊന്നും പറ്റത്തില്ല. എടി, അതിനെ കുറിച്ച് ഓർത്ത് നീ ടെൻഷൻ ആവണ്ട. അതിന്റെ ഒരു കൂട് പണിയെ ഞാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് എവിടെ? അതൊക്കെ വന്നോളും, നീ സമാധാനപ്പെട്. ഹലോ, എന്താണ്? പട്ടിയുടെ കൂട് പണിതുകൊണ്ട് വന്നിട്ടുണ്ട്. ഇവിടെ അല്ല, ഇതെന്താണ് 2 ഡോറ്? അല്ല, 2 പട്ടിയുണ്ടെന്നല്ല, ഒരു ചെറിയ പട്ടി, ഒരു വലിയ പട്ടിയും. അതെ. ഓക്കെ, ഇത് ലുക്ക് അറ്റ് ദാറ്റ്. 2 പേരും നോക്കി പഠിച്ചോളണേ. ഇത് ചെറിയ പട്ടി കയറാനുള്ള വാതിലാണ്, അതിന് തന്നെ ഇറങ്ങുകയും ചെയ്യാം. ഇത് വലിയ പട്ടി കയറാനുള്ള വാതിലാണ്, അതിന് ഇറങ്ങുകയും കയറുകയും ചെയ്യാം. അല്ല, ഈ ചെറിയ വാതിലിന്റെ ആവശ്യമില്ലല്ലോ. അല്ല, ഇതിലെ കൂടെ വലിയ പട്ടി കയറില്ലല്ലോ. ചെറിയ പട്ടിയല്ലേ കയറുള്ളൂ. ഈ പട്ടി അതിലേ കയറുമല്ലോ. ചെറിയ പട്ടി ഇതിലേ കയറും, പക്ഷെ അപ്പൊ വലിയ പട്ടി അതിലെ തന്നെ കയറും. ആണോ? അപ്പൊ ഒറ്റവാതിൽ മതിയായിരുന്നില്ലേ? പിന്നെ അതുപോലെ ഞാൻ ഈ 3-4 ദിവസം വെറുതെ ഭ്രാന്തെടുത്ത് ഉണ്ടാക്കി. അതുകൊട്ടെ, ഏതാ പട്ടി? അതാണ് ഞങ്ങളും ആലോചിക്കണത്, ഏതാ പട്ടി? അതല്ല, ഏതാ ഇനം? ഡാഷ്. അപ്പൊ പേരിട്ടിട്ടില്ല. എനത്തിന്റെ പേരാണ് ഡാഷ്. ഓ, എനത്തിന്റെ പേരാണല്ലേ. എന്റെ വീട്ടിലൊരു പട്ടിയുണ്ടേ, ക്രോസ. ജർമ്മൻ ഷെപ്പേർഡായിട്ട് ക്രോസ് ആണോ? റെയിൽവേ ക്രോസാ, അവിടുന്ന് കിട്ടിയതാ. ക്രോസ് അങ്ങ് ഇട്ടു. എനിക്ക് പഗുണ്ട്. നിങ്ങൾക്ക് പെഗുണ്ടെങ്കിൽ എന്റെ വീട്ടിലൊരു പൈന്റ് ഉണ്ട്. അങ്ങനെയുണ്ട്. ഇവിടെ ഫുൾ പട്ടിയാ. അതല്ല പറഞ്ഞത്, എല്ലാം പട്ടികളാണ്. നിങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ പിന്നെ ഫുള്ളും ആയിരിക്കും. അതെ, റോട്ടിൽ കൂടെ പോണ സാധനത്തിനെ കണ്ട, അതാണ് റോഡ് വീലർ. അത് റോഡെ കൂടെ അടിച്ച് വീലായിട്ട് നടക്കുന്ന സാധനമാണോ? അതല്ല, അത് മുന്തിയനം പട്ടിയാണ്, അതിന്റെ പേരാണത്. അല്ല, ഞാൻ എന്റെ ഒരു റൂട്ട് വെച്ച് പറഞ്ഞതേ ഉള്ളൂ. എന്റെ ഒരു സ്വഭാവം അതാണ്. അതെ, ഇങ്ങേർക്ക് ഈ കൂട് പണിയാനാണ് ഇത്ര നാളെടുത്തത്. എത്ര മാസമായി ചേട്ടാ പറഞ്ഞ ഒരു കൂട് പണിയാൻ? ഇപ്പോഴാണ് ഈ സാധനം കൊണ്ടുവന്നത്. എന്നിട്ട് 2 ഡോറുമായിട്ട് ഇയാൾ വന്നേക്ക്. തിരക്കല്ലേ,
പണിത്തിരക്കാടാ? അതല്ലെന്ന് എന്നെ തിരക്കല്ലേ, ആരെങ്കിലും ഒക്കെ പൈസ കൊടുക്കാൻ ഒരു തിരക്ക് വരും, അതുകൊണ്ടാ. പിന്നെ എല്ലാ ദിവസവും പണിയാ, അതാ മെയിൻ വിഷയം. ഓക്കെ. ഇന്നലെയും കൂടെ പണിയുണ്ടായിരുന്നു, പക്ഷെ ഇന്നലത്തെ പണി മാത്രം നടന്നില്ല കേട്ടോ. അതെന്താ നടക്കാഞ്ഞത്? ഇന്നലെ പണിക്ക് വേണ്ടി ഒരു സ്ഥലത്ത് ചെന്നാ, അപ്പൊ ഒരു പട്ടി ഇട്ടുകൊണ്ട് ഓടിച്ച്, ഞാൻ ഓടി, പട്ടി എന്റെ പുറകെ ഓടി. അവസാനം ഞാൻ ദേഷ്യം സഹിക്കു പോയാതെ വീതുലിന്റെ ഉണ്ടല്ലോ ഒരു ഇറങ്ങ വെച്ച് കൊടുത്തു പട്ടി സ്പോട്ടിൽ. പട്ടിനെ കൊന്ന് ഭാവി. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എനിക്ക് പണിക്ക് പോവല്ലോ? പോയില്ല. എന്താണ്? അവിടെ ചെന്നപ്പോ അയാൾ പറഞ്ഞു ആ പട്ടിക്ക് കൂട് പണിയാൻ വേണ്ടി തന്നെ വിളിച്ചെന്ന്. അത് ചത്തുപോയല്ലോ. പിന്നെ ചത്ത പട്ടിക്ക് എന്തിനാ കൂടെന്ന ഉള്ളി ഒരു ചോദ്യം. പിന്നെ അവിടുന്ന് പോന്നു. അതെ, നിങ്ങളുടെ പണി അത്ര നല്ലതൊന്നും അല്ല. കഴിഞ്ഞ മാസം നിങ്ങൾ ഉണ്ടാക്കി തന്ന ടീപ്പോയല്ലേ ഇത്? ഇതിന് ചരിവുണ്ട്. മോഹൻലാലിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് ഇത്. അല്ല, ചരിവുണ്ടെന്ന് പറഞ്ഞു. ചരിവുണ്ടോ? എന്താ കാര്യം അങ്ങനെ വരാൻ കാര്യം? ഞാൻ ടീ കൊണ്ട് വച്ചപ്പോഴത്തേക്കും പോയി. അതല്ല അതിന്റെ പേര്. എന്ത് ഈ പോയി? ഇതിനെ എവിടുന്ന് കിട്ടി? ഒന്നും കൊണ്ടുപോയി കളയൂ. എനിക്കറിയില്ല. എന്താന്ന്? അല്ല, ഒന്നുമില്ല, ഞങ്ങള് തമ്മിൽ വേറൊരു കാര്യം പറഞ്ഞതാ. ഞാൻ എന്നാലേ കുറച്ച് സംശയങ്ങൾ ഉണ്ടായിരുന്നു, ചോദിച്ചോട്ടെ. സംശയോ? എന്തിനെ കുറിച്ച്? അല്ല, ഒരു ഇന്റർവ്യൂ ആയി പോയി സംശയം ചോദിച്ചു. ഇല്ലല്ലേ, ധൈര്യമായിട്ട് ചോദിക്കും. ചോദ്യോത്തരാവൂലല്ലേ? ഇല്ലല്ല. സംശയം നമ്പർ 1, പറഞ്ഞോ. ഈ പട്ടി മൂത്രമൊഴിക്കൂല്ലേ? ഒരു കാലിങ്ങനെ നോക്കണേ. അതായത് മനുഷ്യര് മൂത്രം ഒഴിക്കുമ്പോ നമ്മൾ ഡ്രസ്സ് പൊക്കും, പട്ടിക്ക് പൊക്കാൻ ഡ്രസ് ഇല്ലല്ലോ. അത് കാല് പൊക്കുന്നു, എന്തെങ്കിലുമൊക്കെ പൊക്കണ്ടേ? അതെ, ഉത്തരം കിട്ടിയോ? നന്നായി. ഞാനൊരു കാര്യം ചോദിക്കുന്നത്, എന്താണ് ചോദിക്കാനുള്ളത്? നിങ്ങൾ ഈ പട്ടിയുടെ ഈ പൂച്ചയുടെ ഒക്കെ കിടക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഇത് ഉപദ്രവിക്കൂലേ? ഇല്ല, പട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യമുള്ള ഒരു മൃഗമാണ്. ആണല്ലേ? പിന്നെ അത് കൊടുത്ത കൈക്ക് കടിക്കാറില്ല ഒരിക്കലും. ഭയങ്കര സ്നേഹമാണ്. പിന്നെ അതിനെ നമ്മൾ കളിപ്പിക്കുമ്പോ അതിന്റെ കയ്യോ കാലോ നഖോ ഒക്കെ കൊണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ ഒരു പോറലുണ്ട്. ഈ പൂച്ചയായിട്ട് തന്നെ കളിച്ചു കഴിഞ്ഞപ്പോ ചെറിയൊരു പോറലുണ്ടായി. ചെറിയ എന്നോട് പറയാഞ്ഞേ? അതിന്റെ ആവശ്യമില്ലാന്ന് തോന്നുന്നു. ആവശ്യമുണ്ട്. ഇപ്പൊ തന്നെ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഇഞ്ചക്ഷൻ എടുക്ക്. എന്തിന് ഇഞ്ചക്ഷൻ എടുക്ക്? എടി, ഇഞ്ചക്ഷൻ എടുക്കുന്ന പൂച്ചയല്ലേ? നേഴ്സാണോ അത്? ഇഞ്ചക്ഷൻ എടുക്കുമെന്ന് പറഞ്ഞു. അയ്യോ, അതല്ല, ആ പൂച്ചക്ക് ഇഞ്ചക്ഷൻ എടുക്കാറുണ്ട്, അതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ? പക്ഷെ നിങ്ങൾ ഇഞ്ചക്ഷൻ എടുക്കണം. ആവശ്യമില്ല, ഒരു ചെറിയ പോറലേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യം ചെയ്യ്, നമുക്ക് പോയി ഒന്ന് ഇഞ്ചക്ഷൻ എടുക്കാം. ഞാൻ അല്ല, ചുമ്മാ എനിക്കൊരു കൂട്ടായിട്ട്. പോയിട്ട് വാ. ഇല്ലെന്ന് ഞാനും എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞൊക്കെ അതിന്റെ ആവശ്യമില്ല. വേണ്ട, നമുക്ക് രണ്ടുപേർക്കും പോയിട്ട് വരാം. നിങ്ങൾ പോയിട്ട് വന്നു. നിങ്ങൾ എന്താണ് ഇത്? ഭാര്യനെ സംശയം? ആർക്ക്? നിങ്ങൾക്ക്. എന്റെ ഭാര്യനല്ല, എനിക്ക് നിന്നെയാണ് സംശയം. പിന്നെയാണോ? നിങ്ങൾ പോയിട്ടോ, നമ്മൾ ഒന്നും രണ്ടും പറഞ്ഞു. എന്നാ പിന്നെ നമുക്ക് പോയിട്ട് വരാം. എന്നാ പാടി, നമുക്ക് രണ്ടുപേർക്കും പോയിട്ട് വരാം. എന്നാ പിന്നെ ഞാനും കൂടെ വരാം. താനും ഇവിടെ നിൽക്കണോ? അല്ല, അപ്പൊ ഒറ്റക്കായി പോകില്ല. ഒരു കാര്യം, നീ ഇങ്ങോട്ട് വന്നേ, നമുക്ക് ഇവിടെ പോയിട്ട് വരട്ടെ. എന്നാ ഞാൻ പോയിട്ട് വരാം. ഹലോ, ഇതെവിടെ പോണു? ഇഞ്ചക്ഷൻ അടിച്ചിട്ട്. അല്ല, അപ്പൊ ഞാൻ എന്തിനാ പോണോ? നിങ്ങളല്ലേ ഇഞ്ചക്ഷൻ എടുക്കാൻ പോണ്ടത്? കഷ്ടോടുന്നു നോക്കിയേ. ഒരു കാര്യം ചെയ്യ്, എടി, നിന്നെ വിശ്വസിച്ചിട്ട് ഞാനൊന്ന് പോയിട്ട് വരാം. ഇവനെ ഇവിടെ കേട്ടെ. നിങ്ങൾ ധൈര്യമായിട്ട് പോയിട്ട് വാ. ഭയങ്കര ഡൗട്ടല്ലേ പുള്ളി? എന്നും ഇങ്ങനെ മതിയോ? ആരോടാ? കുട്ടി കയറണ്ടേ? എനിക്കാകുമ്പോ കൂടൊക്കെ പണിയാൻ അറിയാമോ? ഇനി നിങ്ങള് വാ തുറന്ന നിങ്ങളെ ഞാൻ കൂട്ടിനകത്തോട്ട് പൂച്ചയോട് പറഞ്ഞാണ്, അല്ല നമ്മൾ തമ്മിൽ അങ്ങനെയുള്ള എന്തായടാ? പണിയൊക്കെ തീർത്തു. ചോറ് വെച്ചു, സാമ്പാർ വെച്ചു, പരിപ്പ് വെച്ചു. പാത്രം മുഴുവനും കഴുകിയോ? ഇതൊക്കെ തിന്നു തീർത്തതിന് ശേഷം പാത്രം മുഴുവനും കഴുകി വെച്ചു. ഞങ്ങളെന്തോ തിന്നും? ഇനിയും ചോറ് വെക്കാലോ, പക്ഷെ പാത്രം കഴുകാൻ പറയരുതേ. ഇനി തിന്നാൻ എന്റെ വയറ്റിൽ സ്ഥലമില്ല ചേച്ചി. ഇത് ഇവിടുത്തെ ബംഗാളിയാ. മലയാളം പറയണ്ടല്ലോ. അവൻ ബംഗാളിയും പറയും മലയാളവും പറയും. മലയാളം പറയണ ബംഗാളിയാണെങ്കിൽ പുള്ളി ഫുള്ള് ബംഗാളിയല്ല, പിന്നെ മലങ്കാളി ആയിരിക്കും. രണ്ടും പറയാനുണ്ടല്ലോ. എങ്ങനാന്ന്? മലങ്കാളി. തമാശക്കാരനാണല്ലേ? കോമഡി പറയുന്ന ചേട്ടൻ അല്ലേ? നല്ല രസം. സെബുച്ചേട്ടൻ വരുന്നതിന് മുമ്പ് പട്ടിക്ക് ചിക്കനും മട്ടനും ഒക്കെ കൊടുക്കണം, കൂടും കഴുകിയിടണം കേട്ടോ. ആയിക്കോട്ടെ, ആയിക്കോട്ടെ. 2 പീസ് തരണേ മോനെ. തരാം, പട്ടി കഴിച്ചതിന് ശേഷം തരാം നിങ്ങൾക്ക്. അങ്ങനത്തെ കോമഡിയാണല്ലോ പറയുന്നത്. അതെ, ചെബുച്ചേട്ടനുള്ളത് പട്ടികളുടെ ഭാഗ്യാണല്ല. എത്ര ചിക്കനും മട്ടനൊക്കെ കിട്ടൂ. സെബുച്ചേട്ടനെ ഒരു മൃഗസ്നേഹിയാ. ആണാ? അത് ശരി. എന്റെ പേര് കണ്ടിട്ട് അങ്ങനെ എന്നെ കെട്ടിയത് പോലും. ആണാ? എന്തായിരുന്നു ചേച്ചിയുടെ പേര്? എന്റെ പേര് ആനിയമ്മൽ. എന്ന് വെച്ചാ? ആനിമൽ. ആനിമൽ. ഒട്ടകം. ഒട്ടകം
പറഞ്ഞ ക്യാമലല്ലേ? അപ്പൊ ഇത് അത് ഒട്ടക പക്ഷി. എന്താ പ്രശ്നം എന്താ അത് പറ. എന്റെ ഭാര്യക്ക് പട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാ ദിവസവും 2 കിലോ പട്ടി ഇറച്ചി വെച്ച് തിന്നും ഭാര്യ. അതാണ് ഇഷ്ടം. അതാണ് ഇഷ്ടം. ഓ, സെബുച്ചേട്ടന്റെ പട്ടികൾ എന്ന് പറഞ്ഞ മക്കളെ പോലെയാ. ആണല്ലേ? അപ്പൊ മക്കളോ? വെറും പട്ടികള്. ആണാ? നല്ല ചേട്ടൻ പട്ടി. അതേതാ പട്ടി? സെബുച്ചേട്ടൻ കുരയ്ക്കുന്നു. സെബുച്ചേട്ടൻ കരയുന്നു. അയ്യോ എന്താ പറ്റി? ഇതെന്താ മേലൊക്കെ മുറിഞ്ഞിരിക്കുന്നേ? നീ ഒരുത്തിയാണ് നിസ്സാര ഒരു കാര്യത്തിന് വേണ്ടി എന്നെ ഇഞ്ചക്ഷൻ ചെയ്യാൻ പറഞ്ഞു വിട്ടത്. അതിന് ഇതെന്താ പറ്റിയതാ? വഴിയിലല്ലേ തെരുവുപട്ടികളെ കടിച്ച് നശിപ്പിച്ച അവരോട് ഞാൻ പറഞ്ഞാ ഞാനൊരു പട്ടി സ്നേഹിയാണ്, എന്തോരം പട്ടികളാണ് ഞാൻ വളർത്തുന്നത് പറഞ്ഞിട്ട് അതുകൾ കേക്കട്ടെ എന്നെ കടിച്ചു മറിച്ച്. അയ്യോ കൂൾ ഡൗൺ. ഇത് പട്ടി കടിച്ചാണോ ഇത്? ഈ തലയിലെന്താ കെട്ട്? അത് പട്ടി കടിച്ചതാണോ? പട്ടി ഇവിടേക്കല്ലേ കടിക്കുള്ളൂ, ഈ തലയിൽ എങ്ങനെ പട്ടി കടിക്കണേ? എടോ, പട്ടിയിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി ഞാനൊരു മരത്തെ കയറി. ആ മരത്തിന്റെ മുകളിൽ മരപ്പട്ടി ഇരിപ്പുണ്ടായിരുന്നു, അതും എന്നെ കടിച്ച് മൊത്തം കടിച്ച് പ്രശ്നമായി. അപ്പൊ മരപ്പട്ടി കടിച്ചോ? എന്നാ ഇപ്പൊ തന്നെ പോയി കുത്തിവെക്കണം. ഇത് ഈ ശരീരത്തിൽ എവിടെ കൊണ്ടുപോയി കുത്തി വെക്കാനാണ്? എടുക്കണം, നമുക്ക് കൊണ്ട് കുത്തിവെക്കാം. എവിടെ കുത്തിവെക്കാൻ? ഏതെങ്കിലും പാടത്ത് കൊണ്ട് കുത്തിവെക്കാം. ഈ സാധനത്തിന് അതിനെ കൊള്ളൂ. മാറിപ്പോയടാ. നമ്മൾ ഇത്രയും നേരം കുറെ ചിരിച്ചു, പക്ഷെ ഇനി കുറച്ചും കൂടെ കൂടുതൽ പവർഫുൾ ചിരിയാണ് നമുക്കിനി വേണ്ടത്. കാരണം ഇതുവരെ കണ്ടതൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ ഇനി ഞങ്ങൾ ഇറക്കാൻ പോകുന്നത് ഞങ്ങളുടെ ടീം. അവരുടെ പേരുകൾ കേട്ടാൽ ഇവർ ഞെട്ടും, പക്ഷെ നിങ്ങൾ അവരുടെ സ്കിറ്റ് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. റെഡിയാണോ ഞെട്ടാൻ? 2 പ്രാവശ്യം റെഡിയാ. ഓ, വെല്ലുവിളി. വേദിയിലേക്ക് വരുന്നു ജെറിൻ, അനന്തു ആൻഡ് നമ്മുടെ ശുട്ടുമണി. ആരെന്ന് മനസ്സിലല്ലോ, ഇപ്പൊ കണ്ടോളാം. അപ്പൊ എന്തായാലും ചേച്ചി ബാറ്ററി റെഡിയാണോ? ബാറ്ററി ഓണാണ്, ഞങ്ങളോടാണ്. നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. സ്കിറ്റ് കാണാം. ഹലോ. ഓ, എന്റെ മാവ ഏത് രസം ഇട്ടിരിക്കുന്നേ. എന്റെ പൊന്നു സാറ്, ഞാൻ ഇവിടെ സ്പായി വർക്ക് ചെയ്യാൻ വന്നല്ല, സ്പൈ ആയിട്ട് വർക്ക് ചെയ്യാൻ വന്ന. സോറി ചാനൽ പറഞ്ഞു. കോബ്ര 1 2 3, കോബ്ര 1 2 3 സ്പീക്കിംഗ്. അണലി 1 2 3 സ്പീക്കിംഗ്, അണലി 1 2 3 സ്പീക്കിംഗ്. എന്താ ഇപ്പൊ പെട്ടെന്ന് അണലി? കോബ്ര എന്ന് പറഞ്ഞ ഇമാര് കണ്ടുപിടിക്കും. ഈ ഇറച്ചിക്ക് പറയും എന്നെ കെട്ടി തൂക്കി ഇവിടെ ഇടും. ഓക്കെ മൂവ്മെന്റ്സ് പറയൂ. അതായത് ഞാൻ 1 വർഷമായി സാറേ ഇവിടെ വയ്യാതെ വന്നിട്ട്. വയ്യാതെ വരാൻ നീ എന്താ താലൂക്ക് ആശുപത്രിയിലാ? അല്ല, സ്പൈ ആയി വന്നിട്ട്. മുതലാളിക്ക് ഇവിടെ ഇറച്ചിക്കട മാത്രമല്ല, ഈ ഇറച്ചിക്കട പിന്നെ വൻ ആയുധ ശേഖരണമാണ്. ഞാൻ ഇത് കണ്ടുപിടിച്ച് ഇന്ന് അവനെ പൂട്ടിയിരിക്കും. ഇത് സത്യം. ഹലോ കോബ്ര അണലി മൂർഖ ആരേലും ഒന്ന് ഫോൺ എടുക്ക്. എന്നെ ഇവിടെ എങ്ങനെയാണ് രക്ഷിക്കും? അടിച്ച് ഇല്ലാതാക്കി വെച്ചേക്കുവാണേ. അരെ ചോട്ടു. അയ്യോ, കാലമാടം വന്ന്. अरे छोटू, तू मेरे साथ आग में 1 घंटा से फिर भी अंडा की गैर सुरते. നീ എന്തിനാ ഹിന്ദി പറയുന്നത്? എടാ എന്റെ ലുക്ക് കണ്ടില്ലേ, അപ്പിയൻസ് പിടിക്കണ്ടേ? അപ്പൊ ഈ ബാറ്ററി ചാർജ് ആണോ നിനക്ക് ഒരു ആഗ്രഹമില്ലല്ലേ? അയ്യോ, എനിക്ക് ബാറ്ററി ചാർജ് ചെയ്യാൻ മതി. എടാ, നീ പറയുന്ന ഹിന്ദി ഇവിടെ ആ പടം ഒരാൾക്ക് മാത്രം മത്സരത്തിലുള്ളൂ. ആർക്കത്? അതാ ശ്വേത ചേച്ചിക്കാ. അതുകൊണ്ട് നീ മലയാളത്തിൽ കാത്തടാ. നീ ആ ബാക്ക് ബട്ടൺ അടിച്ചേ. ചോട്ടു, ചോട്ടു, നേരിന് നെറിക്കും എന്റെ ഡിക്ഷണറിയിൽ ഒറ്റ ഉത്തരവുള്ളൂ, മരണം. നീ 1 വർഷമായില്ലടാ എന്റെ കൂടെ പണിക്ക് കയറിയിട്ട്. അല്ല, ബായിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടാ? എനിക്കെന്ത് സംശയമാടാ പണ്ട. നീ 1 വർഷമായി വന്നിട്ട് എനിക്ക് ഉറപ്പാ. ഞാൻ ശമ്പളമൊക്കെ നിനക്ക് തരുന്നല്ലേ. നമുക്കിന്ന് ഫസ്റ്റ് ആനിവേഴ്സറിയുടെ കേക്ക് മുറിക്കാടാ. എന്താ ഇപ്പൊ ഇവിടെ ഇറങ്ങിപ്പോയേ? എന്റെ ഉയിര് പറന്നു പോയതായിരിക്കും. ചോട്ടുവിന്റെ ഓരോ കാര്യങ്ങള് അതൊക്കെ വിട്. ബായ് ഇത്ര നേരം എവിടെ പോയി കിടക്കുമായിരുന്നു? എന്റെ ചോട്ടു, എനിക്ക് നിന്നോട് അതിതീവ്രമായ ഒരു കാര്യം പങ്കുവെക്കാനുണ്ട്. എന്താണ് ബായ്? നമ്മുടെ അതിർത്തിയിലേക്ക് നുഴഞ്ഞു കയറ്റക്കാർ കയറുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. അങ്ങനെയാണ് എന്നെ പോലെ ഏതെങ്കിലും ഗതികെട്ടവനായിരിക്കും. ചോട്ടു ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞ? ഞാൻ ഒന്നും പറഞ്ഞില്ല. എടാ, ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ രാജ്യത്തേക്ക് ആരൊക്കെ കടന്നു കയറുന്നുണ്ടെന്ന്. അങ്ങനെ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും രഹസ്യം നിനക്ക് എന്നോട് പങ്കുവെക്കാനുണ്ടെങ്കിൽ നീ അത് പറഞ്ഞിരിക്കണം.
അങ്ങനെയാണെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ജമീലൊക്കെ ഞാൻ തമ്മിൽ മഞ്ഞുമല കിടന്ന് കുട്ടുമ്പക്കുട്ട് കളിച്ചായിരുന്നു. അയ്യടാ ഒറ്റ കളിക്കണ്ടല്ലോ. ഇടാ കുട്ടുമ്പോ നീ ജമീലും കൂടി കളിച്ച കാര്യമല്ല ഞാൻ പറഞ്ഞത്. എടാ വേറെ ആൾക്കാർ വേറെ രാജ്യക്കാര് നമ്മുടെ നാട്ടിലേക്ക് നുഴഞ്ഞു കയറുന്നുണ്ടോ എന്ന്. അല്ലെങ്കിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇന്നേ വരെ ഒരു കാര്യം മര്യാദയ്ക്ക് കണ്ടുപിടിക്കാൻ നിന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ടാ? ബായ് അങ്ങനെ പറയരുത്. ഞാൻ ഇന്നലെ ആ കറാച്ചി തെരുവിൽ കൂടെ വരുമ്പോൾ ആ കനാൽ സൈഡിൽ 2 ചെരുപ്പ് കിടക്കുന്നു. എന്നിട്ട് ഞാൻ ചുറ്റുപാടും മൊത്തം നോക്കി. എനിക്ക് അപ്പോഴേ ഉറപ്പായി ഇത് വേറെ ഏതോ 6 ചെരുപ്പാന്ന്. ഓ വെരി ഗുഡ് വെരി ഗുഡ്. ഞാൻ ആ ചെരുപ്പിന്റെ അടുത്തേക്ക് മെല്ലെ ചെന്നു. അവിടെ ഒരു പൂച്ച പോലും ഇല്ല. അതെങ്ങനെ പൂച്ച? ഈ ചെരുപ്പാറേൻ തിരിച്ചറിയണ്ടേ? ഓ ഗുഡ് ബോയ് ഗുഡ് ബോയ്. എന്നിട്ട് എന്താ ആ ചെരുപ്പിനോട് ഞാൻ ഇങ്ങ് പോന്നു. എന്താ ഏട്ടായി? ചോട്ടു എന്തേ? ഒന്നുമില്ല, എനിക്കൊന്നുമില്ല. നീ ഇടയ്ക്കിടയ്ക്ക് കൂടുതൽ ടെൻഷൻ ആവണ്ടാ. എടാ നിന്റെ ടെൻഷൻ മാറ്റാനായിട്ട് ഒരു ഉഗ്രം കാര്യം എന്റെ അടുത്തുണ്ട്. എന്താ? എന്റെ വീടിന്റെ അടുത്ത് ഒരു സുന്ദരി കൊച്ചിനെ നീ കണ്ടിട്ടില്ലേ? ഇതാ നല്ല വെളുത്ത് നല്ല മറുക്കെ കിട്ടും നൂർജഹാൻ. ഓയാ പുള്ളി ഇന്നലെ 2 സ്പൈകളെ വെടിവെച്ച് കൊന്നു. അയ്യോ എന്താടാ? ഒന്നുമില്ല, പെട്ടെന്ന് ടെൻഷൻ. അവള് സിംഗപ്പണ്ടല്ലേ, അതുകൊണ്ട് എനിക്ക് ടെൻഷൻ അടിക്കും. ആ കാര്യം സംസാരിക്കാനായിട്ട് നമ്മുടെ ബെഡാബായില്ലേ, ബെഡാബായി ഇങ്ങോട്ട് വരുന്നുണ്ട്. അദ്ദേഹത്തിന് നീ നല്ലൊരു വിരുന്നൊരുക്കണം. എന്റെ പൊന്നു പോയി, ഞാൻ ഈ കണ്ട് കടയിൽ കിടന്ന് അധ്വാനിച്ച് ഇറച്ചിയെല്ലാം വിട്ടുപോവാ. എനിക്ക് ഇന്ന് റെസ്റ്റ് വേണം. ശരി, നിനക്ക് ഞാൻ റെസ്റ്റ് തരാം. എന്റെ വണ്ടിയിൽ ഒരു 50 ബോംബ് ഇരിപ്പുണ്ട്. അതിൽ പൊട്ടുന്ന ബോംബ് ഏത് പൊട്ടാത്ത ബോംബ് ഏത് തരം തിരിച്ചിട്ട് നീ റെസ്റ്റ് ചെയ്തോ. എനിക്ക് റെസ്റ്റ് വേണമെന്നാണ് പറഞ്ഞത്, അല്ലാതെ റെസ്റ്റ് പീസ് വേണമെന്നല്ല. എന്താ പോയി? എന്താടാ എന്താണ് നിനക്ക്? എനിക്കൊന്നുമില്ല. നിങ്ങൾ എന്നെ തല്ലിയല്ലേ? ഞാൻ ആരാന്നറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. നീ സ്പൈ അല്ലടാ? പേടിച്ച നീ? എടാ ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ. സ്പൈ അവളെ ബുദ്ധി ഒന്നും നിൽക്കില്ല എന്ന് എനിക്ക് അറിഞ്ഞൂടെ. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ വട്ടത്തെ ആ ബോംബ് വെക്കണ പ്ലാൻ നീ കൊണ്ട് കൊളമൊക്കെ ഇരുന്നോടാ. ഞാൻ എന്ത് ചെയ്ത്? നിന്നോട് ഞാൻ മനുഷ്യ ബോംബ് ആവാൻ പറഞ്ഞല്ലേ, എന്നിട്ട് നീ എന്താ പൊട്ടിത്തെറിക്കാൻ? അല്ല, നിങ്ങൾ ഈ ബോംബ് അവിടെ കൊണ്ടാണ് വെച്ചത്? എടാ ആരും കാണാതിരിക്കാൻ ഭദ്രമായിട്ട് നിന്റെ ചട്ടിക്കുള്ളിൽ വെച്ചെന്നല്ലേ. വെറുതെ അല്ല, ഞാൻ അത് എടുത്തില്ലോ. ഞാൻ അവിടെ പോയി ഞെക്കോട് ചെക്ക് ഇത് പൊട്ടണ്ടേ. പൊട്ടണ്ടേ ഇതും കൂടി ചോദിക്കാനാ ബേടാബായി ഇങ്ങോട്ട് വരുന്നേ. നിനക്കറിയാലോ ബായ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവന്റെ തല അങ്ങ് എടുക്കും. പിന്നെ അങ്ങനെ എല്ലാവരും തലയൊന്നും എടുക്കാൻ ബായെ കൊണ്ട് പറ്റത്തൊന്നുമില്ല. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. പുള്ളിക്ക് വെട്ടൊന്ന് തുണ്ടനുണ്ട്, അതാ പുള്ളിയുടെ സ്വഭാവം. പുള്ളിയെ പിടിച്ച് ഇറച്ചി വെച്ച് കിടന്നിക്ക് എനിക്കൊരു കമ്പനി ആവൂലോ. ഞാൻ നേരിട്ട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് വലിയ വലിയ ആൾക്കാരെ കുറിച്ച് ഇതുപോലെ തമാശകൾ പറയുന്നു. ഇല്ല ബായ് വരുന്നു ബായ് വരുന്നു. मेरा भाई मेरा शेर बादशाह खान। हाँ जी हाँ जी, कैसे? मैं ठीक हूँ भाईजान वाह भाईजान आओ 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 आओ. ബേടാബായി വന്നിട്ടില്ലേ, പോയി ഉമ്മ കൊടുത്ത് സ്വീകരിച്ചേ. ഇവിടുത്തെ ഓരോരോ ആചാരങ്ങള്. അമ്മയോട് പറഞ്ഞിട്ട് മേൽച്ചുണ്ട് തിരിച്ചു വാങ്ങിച്ചിട്ടാ എനിക്കൊരു തരിഫ് മാത്രമേ അറിയുന്നുള്ളൂ. അയ്യോ സാധനം ഉണ്ടാടേ അവിടെ ഉണ്ട് ഭായിജാൻ. ക്ഷമിക്കണം ഭായിജാൻ. ഭായിജാൻ അവൻ പുതിയ പയ്യനാ, അവന് ഒന്നും അറിയില്ല ഭായിജാൻ. അവനൊന്നും അറിയില്ലെന്ന് മാത്രം പറയരുത്. അവൻ എന്നെ ചുണ്ട് കടിച്ച് ചെമ്പടുത്തിയാക്കി. ഭായിജാൻ ഫോട്ടോ ഭായിജാൻ, പുതിയ പയ്യനല്ലേ ഭായിജാൻ. भाईजान बड़ा भाई अरे 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 देवुडा देवुडा जयमाला देवुडा चूडुडा चूडुडा எங்க பக்கம் चूडुडा ബേടാബായി बड़ा बाबा का वांसरा ना അറിയില്ല ഉലങ്ങൾ എല്ലാമേ വൈരങ്ങൾ ഇന്റെ ബഡ്ഡി ഗഡാണ്ടാ. റിപ്പീറ്റ്. നിങ്ങൾ എന്ത് കാണിക്കുന്നുണ്ട് ബേടാബായി? मैं बड़ा भाई हूँ जानता है मैं चुप चुप पीछे पीछे अरे वो सांबार ഒരു മിനിറ്റ് ബായി വന്നു. എന്തേ ഇയാൾക്കുള്ള ചോറ് ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി സാമ്പാർ കൂടെ ഉണ്ടാക്കി കൊടുക്കണം. ഇതെന്തൊരു ഹോട്ടലേ പറയുമ്പോൾ സാമ്പാർ ഉണ്ടാക്കി കൊടുക്കണം. എടാ പുള്ളി സാധാരണ വെജിറ്റേറിയൻ കഴിക്കാറില്ല. ഞാൻ ചോദിച്ചിട്ട് വരാം. എന്നാ പോയി പറ. ബേടാബായി സാമ്പാർ വെക്കാൻ വലിയ ലേശം ബുദ്ധിമുട്ടുണ്ട്. രസമായ കുഴപ്പമുണ്ടോ? ऐसा कुഴപ്പമില്ല. രസത്തിലോ पार्टी ഞാൻ വേലക്കാരനാടാ. अरे बड़ाबाई मैं बड़ा भाई हूँ बड़ा भाई चुप चुप पीछे हो जा पीछे अरे ये कौन है ബായി വിളിക്കുന്നു. എന്താടാ? കിണയെന്ന്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പുതിയ പിള്ളേര് വന്നിട്ട് എന്നെ അങ്ങനെ ചീത്ത പറയരുതെന്ന്. ഞാൻ കളിക്കല്ല, ഞാൻ ഈ കോട്ട കിട്ടുന്ന വന്നാണ്. ഞാൻ ആരാണ് ഞാൻ? ബേടാബായി मैं बड़ा भाई हूँ चुप चुप इधर जा साले अरे
जानता हूँ मैं, अगर तुम मिल जाए तो ये समाना हम छोड़ देंगे, समझा? अगर तुम मिल जाए समाना छोड़ दे देंगे. അപ്പൊ ഹിന്ദി പാട്ട് വെച്ച് അലക്കുമല്ലേ? जानता हूँ मैं, बड़ा भाई हूँ. चुप. पिताजी माताजी घर पर नहीं है, तेरा बोरन कोई भी नहीं है. खेलने आओ बिल्लादन. ആ കിട്ടി. ഡാഡി മമ്മി വീട്ടിലില്ല, തലപ്പോടെ ആരുമില്ല, വിളയാട ബൊമ്മ ഉള്ള വില്ലടാ. അപ്പൊ തമിഴ് പാട്ട് തലക്കാനും അറിയാം. ഇനി അടുത്ത പറഞ്ഞേ. അന്താക്ഷരി കളിക്കാനാ പട്ടി. ചോട്ടു, എടാ ചോട്ടു, എടാ എന്താണ് നിനക്ക്? എനിക്കൊന്നുമില്ല. എന്റെ പൊതുവായി ഞാൻ പറഞ്ഞില്ലേ, പുതിയ പയ്യനാണ്, അവനെ ഒന്ന് അറിഞ്ഞൂടെന്ന്. ഞാൻ ഉള്ള കാര്യം തോന്നുന്നു പറയല്ലോ, നിങ്ങൾക്ക് ഇത് സീരിയസ്നെസ് അറിയാത്ത കൊണ്ടാ. എടാ, ഇന്ത്യ നമ്മ ഒരു സ്പൈനെ നമ്മൾ ഇങ്ങോട്ട് വിട്ട് ഇവിടെ അടുത്ത വെള്ളപ്പൊകാക്കി നമ്മൾ തിരിച്ചു പോയപ്പോ ഒരു സിനിമ ഇറക്കി. അതേതാ സിനിമ? ദുരന്തർ. ഓഹോ, ഇത് കണ്ട് ഞാൻ മിണ്ടായിരിക്കും തോന്നുന്നുണ്ട്? ഇല്ല. എടാ, ഞാൻ മിണ്ടായിരുന്ന എന്റെ പിതാജി അച്ഛൻ മിണ്ടായിരിക്കും തോന്നുന്നുണ്ട്? ഒരിക്കലുമില്ല. അച്ഛൻ ഇവിടെ നേരെ ഇന്ത്യയിൽ പോയിട്ട് സ്പൈ ആയിട്ട് തിരിച്ച് വരുമ്പോ ഞാൻ അച്ഛനെ വെച്ചൊരു സിനിമ ഇറക്കും. അതേതാ സിനിമ? ദുരന്തർ. നിങ്ങൾ അച്ഛനാ പോകുന്നെങ്കിൽ പടത്തിന്റെ പേര് ദുരന്തം എന്നല്ലായിരിക്കും, ദുരന്തം എന്നായിരിക്കും. പിതാജി, എടാ, എന്ന് എന്റെ അച്ഛൻ മാത്രമല്ല, എന്റെ മുത്തച്ഛൻ, കൊച്ചച്ഛൻ, വലിയച്ഛൻ എല്ലാരും പോയിട്ടുണ്ടാ. അങ്ങനെയാണെങ്കിൽ പടത്തിന്റെ പേരിന് ഒരു ചേഞ്ച് ഉണ്ട് കേട്ടോ, ദുരന്തങ്ങൾ എന്നാക്കണം. ഒഴിവാക്കുമ്പോ ഞാൻ പറഞ്ഞാൽ ചെറിയ പയ്യനല്ലേ പോയി. ബൈ ബൈ, നമ്മുടെ പ്ലാനുകൾ എന്തെങ്കിലും പറ. ശരി, പ്ലാൻ ഞാൻ ഇപ്പോഴേ പറയാണ്. പ്ലാൻ നിങ്ങൾ വെച്ചാൽ നല്ല പ്ലാനിങ് നടക്കണം. വെറുതെ അവിടെ അവിടെ പോയി കറങ്ങിയിട്ട് കാര്യമില്ല കേട്ടല്ലോ. ബോംബുകൾ വെക്കുമ്പോഴത്തേക്ക് രഹസ്യം. ബാദുഷാഖാൻ ആവോ, അവൻ അവിടെ ബാബു, നീ അവിടെ ആവോ. मैं पहले ही बताया था, गाय पालतू जानवर है. नहीं, आने वाले के गोदम पर इसको दिन से सोडा बोरी का तो नहीं था. नहीं, सोडा प्रिय नहीं है. इसको दिन में गोदम बीच मेरे के कपड़े देखा ना था. इसको दिन में से मेरे में पैसे नहीं. क्या बता रहे थे? कुछ नहीं, सिर्फ आता मेरा पता पैसे नहीं. मेरे पास में भाई എന്താണത്? സബ്ടൈറ്റിൽ ഇവർക്കും കൂടെ എന്തെങ്കിലും മനസ്സിലാണ്ടേ? ബൈ ബൈ പറയ് ബൈ. ഇങ്ങനെയായിരിക്കും ബൈ നമ്മുടെ പ്ലാനുകൾ ചെയ്യേണ്ടത്. പ്ലാനിങ് എന്ന് വെച്ചാൽ ഇപ്രാവശ്യം നമുക്ക് പ്ലാനിങ് മാത്രം പോരാ, നമ്മൾ നടത്താൻ പോണ സ്ഫോടന പരമ്പരകൾ കണ്ട ആൾക്കാർ ഞെട്ടണം. അതിനെന്ത് വേണം നമുക്ക്? വെപ്പൺസ്. നല്ല വെപ്പൺസ്, അഡ്വാൻസ് വെപ്പൺസ് വേണം. അതിനു വേണ്ടി ഞാൻ തീ തുപ്പുന്ന നല്ല നല്ല ആയുധങ്ങൾ വേണം. അങ്ങനെയാണ് അതേ കൂടെ ഒരെണ്ണം എനിക്ക് തരുമോ? എന്തിനാടാ? കറണ്ട് പോകുമ്പോ രാത്രി കത്തിച്ച് വെക്കാനാ. മണ്ടത്തരം പറയല്ലേ. അങ്ങനെ ആകെ രണ്ടെണ്ണുള്ളൂ, അതിൽ ഒരെണ്ണം നിനക്ക് തന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ പിന്നെ എന്ത് ചെയ്യും? നിനക്ക് തീ തുപ്പുന്ന ഒരു ഡ്രാഗൺ കുഞ്ഞിനെ ഒപ്പിച്ചാൽ മതി. എനിക്കത് മതി. അത് മതി. അവന് ഡ്രാഗൺ കുഞ്ഞിനെ ഓക്കെ. കുഞ്ഞൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? ഫേസ്ബുക്കിൽ കമന്റ് കണ്ടല്ലേ, നിസ്സാര വിലയുള്ളൂ, മേടിച്ച് കൊടുക്ക് പോയി. തീരട്ടെ അവന്റെ ആക്രാന്തം. രണ്ട് മന്ദന്മാരെ കൊണ്ടാണ് ഞാൻ പ്ലാനിങ് നടത്തണ. ഞാൻ ഉള്ള പറയാലോ, നിങ്ങളെ കുഴപ്പമെന്ന് അറിയുമോ? നിങ്ങൾക്കൊന്നും എക്സ്പീരിയൻസ് ഇല്ല, യുദ്ധം ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ഇല്ല. യുദ്ധം എന്ന് വെച്ചാൽ എന്റെ ബ്ലഡിൽ അലിഞ്ഞ സാധനമാണ്. ആ ഷുഗറിനേക്കാളും കൂടുതലാണ്. ഉള്ള പറയാലോ, നോക്ക്, എന്റെ ഈ സിരയിൽ ഒന്ന് രക്തമല്ലടാ, യുദ്ധമാണ്. ഈ കയ്യിൽ കിടത്ത് ഞാൻ എത്ര പേരെ കൊന്നിരുന്നറിയാമോ? പുള്ളിയുടെ പേരെന്നാന്ന് പറഞ്ഞ അല്ല, ബഡായി. ഇങ്ങനെയാണെങ്കിൽ യുദ്ധത്തിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇയാള് തള്ളി തന്നെ കാശ്മീർ അവർക്ക് കണ്ടു കൊടുക്കും. ഇവൻ നമ്മുടെ സ്വന്തം ചോട്ടാബായി. യവൻ ചോട്ടാബായി അല്ല, യവൻ ചോട്ടാ ഭീം. എന്നെ വെറുതെ ഫോൺ വന്ന നിന്റെ നല്ല കാലം, അല്ലെങ്കിൽ എന്റെ മണ്ടടിച്ചാൻ പൊട്ടിച്ചന. चुप. हेलो बड़ा भाई बोल रहा हूँ. क्या स्पाई? अच्छा അല്ല അച്ഛാ. क्या बोला? ऐसे तू फोन रख. मुझे पहले ही शक था. ഹിന്ദി അറിയില്ല, എനിക്ക് മുമ്പേ അറിയായിരുന്നു നമ്മുടെ കൂട്ടത്തിലേറെ ഒരു ചെന്നായ ഉണ്ടെന്ന്. അവൻ എന്റെ തോളിൽ എന്റെ ചെവി കടിക്കുന്ന കാര്യം എനിക്ക് മുമ്പേ അറിയായിരുന്നു. ആ സ്പൈയെ ഞാൻ കണ്ടെത്തി. ആ സ്പൈ ബൈ. മാല കണ്ടിട്ടുണ്ടല്ലേ, നോട്ട് അവിടെ തോക്ക് എന്റെ അടുത്താ, അങ്ങോട്ട് പിടിക്കും. മാലക്കണ്ണിന്റെ കുഞ്ഞമ്മയ്ക്ക് നിനക്കില്ലടാ, നീ എന്റെ അടുത്ത സ്പൈ. ചോട്ടോ ഓക്കെ ചോട്ടൂടാ. നിനക്ക് മാലക്കണ്ണ മാറ്റി അങ്ങോട്ട് വീടാ. ഭായ്, നിങ്ങൾക്ക് തെറ്റുപറ്റി. നിങ്ങൾ അന്വേഷിക്കുന്ന സ്പൈ അവനല്ല, ഞാനാണ്.
ബാബുഷേടേ സോറിയടാ ഞാൻ തെറ്റിദ്ധരിച്ച് താഴോട്ട് നോക്കടാ. ഞാനാടാ സീനിയർ സ്പൈ. അപ്പൊ ഞാൻ ജൂനിയർ സ്പൈ. അപ്പൊ നമ്മൾ രണ്ടുപേരും എന്നാ പിന്നെ ഇവനെ നമുക്ക് ചേർന്നങ്ങ് തീർത്താലോ? ഓക്കെ. ബെടാ ബായ്. ഞാൻ ബെടാ ബായ് ഒന്നുമില്ല, ഞാൻ വെമ്പായ സായി. എന്നിട്ട് നീ എന്ത് ഇവിടെ? പണ്ട് നമ്മുടെ നാട്ടില് ഇന്ത്യ ക്രിക്കറ്റ് മത്സരം നടക്കുമ്പോഴത്തേക്ക് എല്ലാരും പറഞ്ഞ് ഇന്ത്യ ജയിക്കുന്നു. ഒരു വികാരത്തിനും ഞാൻ പറഞ്ഞു പാകിസ്ഥാൻ ജയിക്കുമെന്ന്. അന്ന് അവന്മാർ എന്നെ കയറ്റി വിട്ടാണ് പാകിസ്ഥാനിലോട്ട്. എന്റെ അടുത്ത് പറഞ്ഞ് ഇനി പാകിസ്ഥാൻ ജയിച്ചിട്ട് നീ ഇന്ത്യയിലോട്ട് വന്നാ മതിയെന്ന്. നിനക്ക് വീട്ടിൽ പോകത്തില്ലടാ. ഞാൻ എങ്ങനെ വീട്ടിൽ പോകും? അവന്മാർ ജയിക്കണ്ടേ? അവന്മാർ ജയിച്ചിട്ട് എനിക്ക് വയ്യ. എന്നെ വീട്ടിൽ കൊണ്ടാക്ക് അല്ല, എന്നെ വീട്ടിൽ കൊണ്ടാക്കണ്ട അല്ല, അല്ല വീട്ടിൽ നമുക്ക് എങ്ങനെ വീട്ടിൽ എത്തിക്കാം? നമ്മൾ രണ്ടുപേരും പോയാ ഇത് പിന്നെ എങ്ങനെ തീർക്കൂടാ? നമ്മൾ ഇവിടുന്ന് പോയാലും ഇത് തീർക്കാൻ ഞാൻ ഒറ്റയ്ക്ക് മതി. എടാ നീ ഒറ്റയ്ക്ക് എങ്ങനെ തീർക്കും? കാരണം ഞാനല്ല ഇത് തുടങ്ങിയത്. പ്രോപ്പർട്ടി നോക്കി ചിരിച്ചിട്ടുണ്ട് നമ്മളെ എല്ലാത്തിനും. അല്ല ശരിക്കും ഇവർക്ക് വെള്ളി വീണത് ഫുൾ ഭയങ്കര സ്പോണ്ടേനിറ്റി ഉള്ള സാധനങ്ങളായിരുന്നു. അതായത് നിങ്ങളുടെയാണ് ഏറ്റവും സ്പോണ്ടേനിറ്റി വെള്ളികൾ. അതെ, മാത്രമല്ല എനിക്ക് തോന്നിയ കാര്യമാണ്, എസ്പെഷ്യലി നമ്മളുടെ നിങ്ങൾക്കൊരു സിനിമാ ഭാവി ഞാൻ കാണുമെന്ന് എഴുതി വെച്ചു. ആദ്യമായിട്ട് ഞാനാ പറഞ്ഞത്. ആണോ? ചിലപ്പോൾ ഉടനെ സംഭവിച്ചേക്കാം. ഈ പല സ്പൈ യൂണിവേഴ്സും കണ്ടിട്ടുണ്ട്. ഇത്ര ഗതികെട്ട ഒരു സ്പൈ യൂണിവേഴ്സ് ഇവൻ ഛോട്ടാ ഭായ് അല്ല, ഛോട്ടാ ഭീമാണ്. അടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വടാഭായ് വടാപ്പാവൊക്കെ പിന്നെ നിങ്ങൾക്ക് മാത്രമല്ല എന്റെ ഇതിന്റെ ഒരു നിങ്ങൾക്ക് ഗ്രൂം ടീം ഉണ്ടാവുമല്ലോ, വളരെ രസമാണ്. ഫ്രഷ് ആയിരുന്നു, ഭയങ്കര ഫ്രഷ് ആയിരുന്നു. നമ്മൾ കാണാത്ത ഒരു ആർട്ട് സെക്ഷൻ, ആർട്ടിസ്റ്റുകൾ, ഭയങ്കര ഫ്രഷ് ഫീൽ. അതാ ഞാൻ പറഞ്ഞത്, സിനിമ നിങ്ങളെ ഉടൻ തന്നെ എത്തുന്നത് വെറുതെ പറയുന്നതല്ല, എഴുതി വെച്ചു. അത് ഉടനെ വരുന്ന എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തോ മനസ്സിൽ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. എന്തോ ഒരു ലുക്ക് അറിയോ നിങ്ങൾ മൂന്ന് പേര്. ഇപ്പോൾ നിങ്ങളുടെ ആ ബാക്ക്ഗ്രൗണ്ട്, ഈ ഒരു ഞാൻ കാണുന്ന, അല്ലാതെ നമ്മുടെ പ്രേക്ഷകർ കാണുന്ന ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂ അസാധ്യം ലുക്കായി. നമുക്ക് തോന്നുകയാണ് നിങ്ങൾ അവിടെ തന്നെ ഷൂട്ട് ചെയ്തു, അവിടുത്തെ ലൊക്കേഷനിൽ എവിടെയാണെന്നുള്ള ഒരു ഫീലിംഗ്. ശ്വേത, ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഞങ്ങളുടെയൊക്കെ സമയത്ത് 4 തുണി ഒരു ഫ്ലെക്സും ആണ് ഈ സെറ്റ്. ഇതിപ്പോ 3 ഡയമെൻഷൻ കറക്റ്റ് അവിടെ എത്തിയ ഫീലാണ്. ഇത് 14K വിഷ്വൽ ആണ്. 4K 14K 14K 4K കഴിഞ്ഞ് നമ്മൾ 14K ഒരു 3 ഡയമെൻഷൻ ഫീൽ എത്തിയുള്ളൂ. അത് നമ്മുടെ അമൃത ടിവിയിൽ മാത്രമേ ഉള്ളൂ. അത് കോമഡി മാസ്റ്റേഴ്സിന് ഈ കാണുന്നത് പറയുന്നത് 14K വിഷ്വൽ ആണ്. അടിപൊളി. നോ വണ്ടർ ഇത്രയും റെസൊല്യൂഷൻ ഉള്ള ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് ഇത് അടിപൊളി. ഇതൊക്കെ പറഞ്ഞ് നമുക്ക് സ്ഥലം മാറി കോമഡി മാസ്റ്റേഴ്സിലേക്ക് വരണ്ടേ? അതെ, ബാക്കി കാര്യങ്ങളൊക്കെ വേണ്ടേ? നിങ്ങൾക്ക് പൈസ വേണ്ടേ? അതില് അലീന പോയിട്ട് ഒരു ജമ്പ് അടിക്കണ്ടേ? അത് നമുക്ക് നോക്കണം. ഒരു കാര്യം ചെയ്യാം, ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ദുരന്തന്റെ മ്യൂസിക് വരുമ്പോ നിങ്ങൾ തിരിഞ്ഞു വരുമ്പോ നമ്മുടെ ഈ സെറ്റ് ഇങ്ങനെ അങ്ങ് മാറി കോമഡി മാസ്റ്റേഴ്സ് ആവും. റെഡിയാണോ? റെഡി. About turn. Music in 3, 2, 1. കിടിലായിരുന്നു. ഇനി ആ മാസം ഒന്ന് വിട്ടിട്ട് ഇറച്ചിക്കട ഒന്ന് ഇച്ചിരി മാറ്റി വെക്കുവാണെങ്കിൽ നമുക്ക് ബാക്കി ചടങ്ങുകളിലേക്ക് അങ്ങ് നടന്നാലോ? മാറ്റിക്കോ. മാസൊക്കെ ഇട്ട് നിന്ന സ്ഥിതിക്ക് ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നറിയണ്ടേ നിങ്ങൾക്ക്? എന്നാൽ തിരിഞ്ഞു നോക്കൂ. ദുരന്തർ ഹിറ്റായ പോലെ ഇവിടുത്തെ ദുരന്തർ 50,000 റുപ്പീസ് ആണ് നിങ്ങൾ നേടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻ ബാങ്ക് ഓഫ് ബോംബെ. ശ്വേത ചേച്ചി, ഈ ഒരു ബാങ്ക് ഓഫ് ബോംബെ ഇനി തരണമെങ്കിൽ ഒരു സ്റ്റാൻഡിങ് ഒവേഷന്റെ കൂടെ ഞാൻ തരാത്. Oh, nice. പൊളി. Oh, wow.
ശരിക്കും ഒരു ഗോൾഡൻ മൊമെന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തറോലി എൻജോയ് ചെയ്തു. ഭയങ്കര അല്ല ഒരു പ്രോപ്പർ ബോളിവുഡ് ഒരു ഹൈലി ബഡ്ജറ്റഡ് ബോളിവുഡ് മൂവിയാണ് നമ്മളിപ്പോൾ കണ്ടത്. സൂപ്പർ പെർഫോമൻസ്, സൂപ്പർ എല്ലാ രീതിയിലും നല്ലൊരു ഓൾ ടുഗെദർ സൂപ്പർ ആയിരുന്നു. ഗോഡ് ബ്ലെസ് യു. ചേച്ചി, നമ്മളെ ഇഷ്ടപ്പെടുന്ന, നമ്മൾ ആരാധിച്ചിരുന്ന, സ്നേഹിച്ചിരുന്ന നമ്മുടെ അവതാരകർ ഇവിടെ ഇരിക്കുമ്പോ നിന്നെ ഇവിടെ കയറ്റിയത് അവർക്ക് ഒരു ശിക്ഷ കൊടുത്തതാണ്. കാരണം അവർ അനുഭവിക്കണം. അല്ല ഇങ്ങനെയാണ് നടക്കണ്ട. ചേച്ചി ഇറക്കി വിടോ, ഞാൻ ഇറക്കി വിടോ? അതല്ല, അല്ലല്ല, അവർക്ക് നമ്മള് അവതാരക ആങ്കറിങ് കണക്ട് ചെയ്തുള്ള സ്കിറ്റുകളാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത്. അത് തീരുന്നില്ല, അടുത്തത് ഉടനെ വരുന്നു. ബാറ്ററി ഒന്ന് ഉണക്കി ചേച്ചി. ഓണാണ്. അപ്പൊ ഒരു ന്യൂജൻ ആങ്കറിന്റെ കഥയുമായി നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ 2 മുത്തുകൾ എത്തുന്നു. അരുണും സോനയും. ഹലോ ജിയേ, ഓ ഞാൻ ഇവിടെ ഇന്റർവ്യൂ എടുക്കുന്ന സ്ഥലത്ത് വന്ന്. ആ ഇന്ന് വരുന്ന ആളെ ഞാൻ വെള്ളം കുടിപ്പിച്ചിരിക്കുവാ അമ്മച്ചേ. ഓ സരിക, എന്താ സാറേ? നമുക്ക് ഇന്റർവ്യൂ തുടങ്ങിയാലോ? തുടങ്ങാം സാറേ. സരിക, സോറി സാർ. തുടങ്ങാം സാർ. ഇനി പൊളിച്ച് കയറും. ഓക്കെ. നമസ്കാരം, ഞാൻ സരിക. ക്വീൻ സ്റ്റോൺ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഗസ്റ്റ് ആരാന്നറിയാമോ? ആരാണ് സാർ? ഒരു പുലിയാണ്. അപ്പൊ 2 പുലിക്കുട്ടികൾ തമ്മിലാണോ സാർ ഏറ്റുമുട്ടാൻ പോകുന്നത്? അപ്പൊ നമുക്ക് തുടങ്ങാം. തുടങ്ങാം സാർ. ആശൻ. അപ്പൊ ക്വീൻ സ്റ്റോൺ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കൂൾ സീറ്റിലേക്കും ഏവർക്കും സ്വാഗതം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മുടെ ഗസ്റ്റ് ആയിട്ട് ഇവിടെ എത്താൻ പോകുന്നത് ഒരു കാറിലിരുന്ന് ലോകത്തിലെ മുഴുവൻ കൊതിയും നുണയും പറഞ്ഞ് കണ്ടവന്റെ കണ്ടന്റ് സ്വന്തം കണ്ടെയ്നറിൽ കയറ്റി കണ്ടന്റ് ആക്കുന്ന ഒരു ചെറുക്കൻ. അവനെ തന്നെ വിശേഷിപ്പിക്കുന്നത് പ്രൈവറ്റ് ഏജന്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വെൽക്കം ചെയ്യാം പ്രൈവറ്റ് ഏജന്റ് എന്ന ഷാജി ക്രിഷ്. ഒരു മിനിറ്റ്. എന്തിനാണ് 1 മിനിറ്റ്? ഞാൻ ഇതൊക്കെ ഒന്ന് അഴിച്ചിടട്ടെ. സാർ എന്തൊക്കെയോ അഴിച്ചിട്ടിട്ട് വരുന്നെന്നാണ് പറയുന്നത് സാർ. അപ്പോ ഈ കണ്ടന്റ് വൈറൽ ആകുമെന്ന് ഉറപ്പാണ്. ഇവിടെ അഴിച്ചിടത്തില്ല, അഴിച്ചിട്ടിട്ട് അങ്ങോട്ടേ വരത്തോളൂ ഞാൻ. സാർ ഇങ്ങോട്ടാണ് കേട്ടോ വരുന്നത്. എങ്കിൽ ഇത് കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം. Oh my God. എവിടെ കണ്ടന്റ് കാണിക്കൂ, വൈറൽ ആവട്ടെ. എന്നാന്ന്? കണ്ടന്റ് കാണിക്കൂ, വൈറൽ ആവട്ടെ. ഓ ഇതായിരിക്കും. ഇതാണ് കണ്ടന്റ്. സാർ ഇതിൽ നമ്മൾ പ്രതീക്ഷ പോലെ വൈറൽ ആവാൻ മാത്രം ഒന്നുമില്ലല്ലോ സാർ. ഇനിയിപ്പോ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമല്ലേ? നിങ്ങൾ എന്ത് പറയുന്നേ? അല്ല എന്തൊക്കെയോ അഴിച്ചിട്ടിട്ട് വരുമോന്നൊക്കെ പറഞ്ഞു. അഴിച്ചോട്ട് വന്നതാണ് ഇത്. ഇതെന്താണ്? ഇതാണ് എന്റെ കാറിന്റെ പാർട്സ്. ഇത് തന്റെ പാർട്സ് അല്ല, കാറിന്റെ പാർട്സ് ആണെന്ന് കാണുമ്പോ തന്നെ അറിയാം. ഇതെന്തിനാണ് ഇവിടെ കൊണ്ടുവന്നതെന്നാണ് ചോദിച്ചത്. അതറിയത്തില്ലേ? എനിക്ക് കാറില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഈ കാറിലിരുന്നാലേ എന്റെ വായിന്ന് വാക്കുകൾ വരെ വരൂ. ഈ കാറാണ് എന്റെ അന്നം, ഈ കാറാണ് എന്റെ അമ്മ. അപ്പൊ ഈ കാറിന്റെ 4 ടയർ നിങ്ങളുടെ അച്ഛനായിരിക്കും അല്ലേ? ആഹാ, എന്റെ വീട്ടുകാർ പറഞ്ഞാണല്ലോ ഈ കാറിനകത്ത് കയറി കണ്ടന്റ് ഉണ്ടാക്കി നിങ്ങളെ കണ്ണ് ഞാൻ പൊട്ടിക്കും. മിസ്റ്റർ, ഒരുപാട് ആളുകൾ ശ്രമിച്ചിട്ടുണ്ട് ഈ സരികയുടെ കണ്ണ് കുത്തി പൊട്ടിക്കാൻ. എന്നിട്ട് പൊട്ടിയില്ലയോ? ലാസ്റ്റ് ഒന്ന് പൊട്ടിയായിരുന്നു, സ്റ്റിച്ച് ഇട്ട് വെച്ചേക്കുവാ. നിങ്ങളെ കയ്യിലിരിപ്പുണ്ടാ നിങ്ങളുടെ കണ്ണ് പൊട്ടിയത് തള്ളേ. ഇതാണ് എനിക്ക് ഈ ആണുങ്ങളെ ഇഷ്ടമല്ലാത്തതിന്റെ കാര്യം. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് പെണ്ണുങ്ങളുടെ മെക്കിട്ട് കയറും. ഇതാണ് എനിക്ക് ഈ പണ്ട് തൊട്ടേ പുച്ഛം വരാനുള്ള കാര്യം. എനിക്ക് ഇഷ്ടമല്ല ഈ ആണുങ്ങളെ. വെറുപ്പാണ്. സമാധാനം. ഇയാളുടെ സമാധാനം എന്റെ തോളത്താണോടെ. ഫ്ലോയിൽ അങ്ങ് വന്നു പോയതാ. ഇതാണോ നിങ്ങളുടെ ഫ്ലോ എന്ന് പറയുന്നത്? പതുക്കെ പറ, പേടിച്ചു വന്നു. ഇത്രയും പേടിയുള്ള ഒരാളാണ് കാറിൽ കയറി ഇന്ന് റിവ്യൂ ചെയ്ത് നാട്ടുകാരെ മുഴുവൻ റോസ്റ്റ് ചെയ്യുന്നത്. ഈ കാറിന് ചില്ലൊക്കെ പൊക്കിയിട്ടിട്ട് ഇങ്ങനെ പറയുമ്പം ഒരു പേടിയില്ല. ഇത് പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണ് എനിക്ക് പേടി വരുന്നത്. ഓക്കെ, പതുക്കെ പറഞ്ഞാ മതി കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്റർവ്യൂ തുടങ്ങിയാലോ? ഇന്റർവ്യൂ തുടങ്ങാം. 1 മിനിറ്റ്. തുടങ്ങാം. ഇതെന്താണ്? ഞാൻ ഈ സിറ്റുവേഷൻ അനുസരിച്ച് ഹെയർ സ്റ്റൈൽ മാറ്റിക്കൊണ്ടിരിക്കും. ഓക്കേ, റെഡി? അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ആദ്യത്തെ ചോദ്യം തുടങ്ങാം. ചോദിക്കൂ. ഒരപ്പച്ചൻ ഒരു പാവപ്പെട്ട കുടുംബത്തിന് വീട് വെച്ച് നൽകിയപ്പോൾ താങ്കൾ പറഞ്ഞു അത് സർക്കാർ നൽകിയ വീടാണെന്ന്. 1 മിനിറ്റ്. ഇനി പറയാം. ഇതെന്താണ്? ഗോൾഡൻ അപ്പച്ചനല്ലേ വീട് വെച്ച് കൊടുക്കുന്നത്? അതെ. അപ്പൊ ഗോൾഡൻ മുടിയാണ് അതിന്. ഓക്കെ, സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ ഗോൾഡൻ അപ്പച്ചൻ വീട് വെച്ച് കൊടുത്തു എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. സർക്കാരാണ് ആ പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുത്തത്. സർക്കാരിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, എന്തിനാണ് ഈ സർക്കാർ പൈസ മുടക്കി വീട് വെച്ച് കൊടുക്കുന്നത്? സർക്കാർ കാറല്ലേ മേടിച്ചു കൊടുക്കേണ്ടത്? അതെന്താ? അല്ലെങ്കിൽ ഈ കട്ട്ബോർഡും തൂക്കിയിട്ട് എനിക്ക് ഇങ്ങനെ നടക്കേണ്ട അവസ്ഥ വരില്ലായിരുന്നല്ലോ. അല്ല, അപ്പോ സർക്കാർ ചെയ്തത് തെറ്റാണെന്നാണോ താങ്കൾ പറയുന്നത്? സർക്കാരിനോട് ഞാൻ അനുകൂലിക്കുന്നു. അതെന്താ കാര്യം? സർക്കാരിൽ കാറുണ്ടല്ലോ, സർക്കാർ കാറുള്ളിടത്ത് ഞാനുമുണ്ട്. ഓക്കെ, മനസ്സിലായോ? എന്റെ ചോദ്യത്തിന് ഉത്തരം പറയൂ, ഉത്തരം പറയൂ. അതെ, നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടിട്ടാ. ഞാൻ ചോദിക്കും, ഇയാൾ ഉത്തരം പറയും, അത് മതി. എന്തോ PSC പരീക്ഷ ഇയാൾ മാത്രം ഇങ്ങോട്ട് ചോദിക്കും, ഞാൻ അങ്ങോട്ട് തരണോ? മിസ്റ്റർ, നിങ്ങൾക്ക് PSC എന്നാൽ എന്താണെന്നെങ്കിലും അറിയാമോ? ഇയാൾക്കറിയാമോ PSC എന്തുവാന്ന്? സാർ, ആ ചോദ്യം ഒന്ന് കട്ട് ചെയ്യണേ സാർ. കട്ട് ചെയ്യല്ലേ സാർ? സാർ, ചോദ്യം കട്ട് ചെയ്യണേ സാർ. കട്ട് ചെയ്യല്ലേ സാർ? സാർ, ചോദ്യം കട്ട് ചെയ്യണേ സാർ. എന്തിനാ കട്ട് ചെയ്യുന്നേ? PSC എന്താന്ന് എനിക്കും അറിയത്തില്ല സാർ. എന്നാ പിന്നെ അടുത്ത ചോദ്യം ചോദിക്ക്. ഓക്കെ സാർ, നമുക്ക് അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഈ കാറിലിരുന്ന് നിങ്ങൾ റിവ്യൂ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് സുഖമാണ് കിട്ടുന്നത്? കാറിൽ നിന്ന് റിവ്യൂ ചെയ്യുന്നതുകൊണ്ട് എന്ത് സുഖമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? ചെവിയിൽ ഒരു കിരികിരിപ്പ് വന്നോ ഇപ്പോ? ഉണ്ടുണ്ട്, ഒന്നൂടെ. എത്ര നാളായി ഇങ്ങനെ ഒരു കിരികിരിപ്പൊക്കെ കേട്ടിട്ട്. ഈ കിരികിരിപ്പാണ് എനിക്ക് ഈ കാറിനകത്തിരിക്കുമ്പോഴും കിട്ടുന്നത്. എടോ, തന്നോട് അതല്ല ചോദിച്ചത്. താൻ എന്തിനാണ് ഈ കാറിലെ ഗ്ലാസ് എല്ലാം അടച്ചിട്ട് കാറിലിരുന്ന് റിവ്യൂ ചെയ്യുന്നതെന്ന്? ഇതിനകത്ത് വെച്ച് റിവ്യൂ ചെയ്യുന്നതാണ് സേഫ്. പുറത്തോട്ടിറങ്ങിയ നാട്ടുകാർ കുണുക്കിനിട്ട് കുത്തും. എന്തിനിട്ട് കുത്തും? കുണുക്കിനിട്ട് കുത്തും. 10 മില്യൺ ഫോളോവേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലിൽ വന്നിരുന്നു പറയുന്ന ഭാഷ കുണുക്കിനിട്ട് കുത്തും. എന്നെ കുണുക്ക് എനിക്ക് നോക്കാനാണ്. നിങ്ങൾ എന്നെ കുണുക്കിനെ പറ്റി പറയുന്നത്? പിന്നെ ഞാൻ ഇയാളുടെ കുണുക്ക് നോക്കി നടക്കാനുള്ളൂ. അല്ല, ഞാൻ കാണിച്ചു തരാം എന്നെ കുണുക്ക്. എടോ, ഇയാളെ കുണുക്ക് എടുത്തോണ്ട് പോടോ. അയ്യാ, എനിക്ക് വേണോ എന്നെ കുണുക്ക്? അങ്ങനെ കണ്ടെടുത്ത് കളയാനല്ല എന്റെ കുണുക്ക്. എന്നോട് ഇങ്ങനെ സംസാരിക്കരുത്. എന്റെ കുണുക്കിനെ പറ്റി പറഞ്ഞോട്ടോ. എന്റെ അടുത്ത് കൈ ചൂണ്ടി സംസാരിക്കരുത്. എന്റെ കുണുക്കിനെ പറ്റി പറയോ ഇനി? എന്റെ അടുത്ത് കൈ ചൂണ്ടി കൈ സംസാരിക്കരുത്. ചൂണ്ടത്തില്ല. കുണുക്കിനെ പറ്റി ഇനി സംസാരിക്കുവോ? കുണുക്കാതെ കൈ താത്തിടൂ. കുണുക്കിനെ പറ്റി ഇനി സംസാരിക്കുമോ? കുണുക്കാതെ കൈ താത്തിടൂ. കുണുക്കിനെ പറ്റി പറയാതിരുന്നാൽ കൈ താത്തിടാം. കുണുക്കാതെ കൈ താത്തിടൂ. താത്തിട്. കുണുക്ക് താത്തിടടാ. പറയരുത് കുണുക്കിനെ. അവന്റെ ഒരു കുണുക്കും മണക്കും കൊണ്ട് വന്നു. കുണുക്കിനെ പറ്റി പറയരുതെന്ന് ഞാൻ പറഞ്ഞായിരുന്നേ. എന്തൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, താങ്കളുടെ ഈ ഡ്രസ്സിംഗ് സെൻസ് അടിപൊളിയാണ്. ആണല്ലേ? അപാരം. ഫോറിൻ സാധനം. ഫോറിനാണോ? പക്ഷെ എന്റെ സ്വന്തമല്ല. അപ്പൊ ഈ ഷോർട്സ്? ഇത് അമേരിക്കൻ സാധനം. അമേരിക്കൻ? എന്റെ സ്വന്തമല്ല. ഇത് ലണ്ടൻ സാധനം. ലണ്ടൻ സാധനം എന്റെ സ്വന്തമല്ല. പക്ഷേ സ്വന്തമല്ല. അത് ഞാൻ പറഞ്ഞോളാം. പക്ഷെ സ്വന്തമല്ലല്ലേ? ഏടോ, ഇയാൾക്ക് സ്വന്തമായിട്ട് ഒന്നുമില്ലേ? അതെന്നെ പറ്റി അറിയാത്തോണ്ടാ. ഈ വല്ലവരുടെ സാധനം എടുത്ത് ഉപയോഗിച്ച് റീച്ച് കിട്ടി സുഖം പിടിച്ചു പോയി എനിക്ക്. അതുകൊണ്ട് എന്റെ സാധനം ഒന്നും ഞാൻ ഉപയോഗിക്കാറില്ല. അല്ല, വല്ലവരുടെയൊക്കെ ഷോർട്സ് ഉപയോഗിക്കുന്നതൊക്കെ ഓക്കെ, പക്ഷെ അതും കൂടെ അത് സ്വന്തം. അതെങ്കിലും സ്വന്തമായിട്ടില്ല, അതുകൊണ്ട് ഇട്ടിട്ടില്ല. ഇട്ടിട്ടില്ല. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഒരു മിനിറ്റ്. ഇതെന്താണ്? ഇപ്പൊ ചോദ്യത്തിൽ ഞാൻ ചമ്മിയായിരുന്നു. അതാ ചമ്മിയ ബിഗ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഒരു മിനിറ്റ്, എനിക്കൊരു കോള് വരുന്നു. അച്ഛനാണേ. അച്ഛേ, കൊണ്ടുവരാം. താങ്കളുടെ അച്ഛനാണല്ലേ കൂടെ? എന്തൊക്കെയോ വാങ്ങിച്ചോണ്ട് വരാന്ന് കാര്യമായിട്ട് പറയുന്നുണ്ടല്ലോ. വേറൊന്നുമല്ല, ഞാൻ എപ്പോ ലൈവ് ഇന്റർവ്യൂവിന് പോയാലും അച്ഛൻ എന്നെ വിളിച്ച് പറയും തുമ്മലിന്റെ ഗുളിക കൊണ്ടുവരണേ. അച്ഛൻ മാത്രമല്ല, ഇച്ചിരി കഴിയുമ്പോ എന്റെ അപ്പാപ്പൻ വിളിക്കും, അമ്മുമ്മ വിളിക്കും, എല്ലാ കുടുംബക്കാരും വിളിക്കും തുമ്മലിന്റെ ഗുളികയ്ക്ക്. വിളിപ്പിക്കുന്നതല്ലേ? എന്താ പറഞ്ഞേ? അല്ല, ഇത് എങ്ങനെയാണ് ഉണ്ടായത്? ഒരു തണുത്ത മഴയുള്ള രാത്രിയിൽ. താനുണ്ടായ കാര്യമല്ല, തന്റെ കണ്ടന്റ് ഉണ്ടായ കാര്യമാണ് ചോദിച്ചത്. ഞാൻ വിചാരിച്ച് തുമ്മലുണ്ടായ കാര്യമാണ്. അതല്ല, തന്റെ കണ്ടന്റ് ഉണ്ടായ കാര്യം എങ്ങനെയാന്ന് പറയും. കണ്ടന്റ് ഉണ്ടായതിനെ പറ്റി പറയുകയാണെങ്കിൽ, എന്റെ അമ്മയിൽ നിന്നുമാണ് ഈ സാധനം എനിക്ക് കിട്ടിയത്. ഓ, തന്റെ അമ്മയും കണ്ടന്റ് പറയുമോ? ഇല്ല, കണ്ടത്തിൽ ഇരുന്ന് പറയും. ഓ, അപ്പൊ താൻ പ്രൈവറ്റ് ഏജന്റ് അല്ല, പരദൂഷണം ഏജന്റ് ആണ്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. താങ്കളുടെ അച്ഛൻ എന്തു ചെയ്യും? അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ ഒരു സാധനം തപ്പുവാ. എന്താണ് തപ്പുന്നത്? എന്റെ ഒരു പച്ച വിഗ് ഉണ്ടായിരുന്നു. അതെന്തിനാണ്? നിങ്ങൾ ഇപ്പൊ പറഞ്ഞതിന് നല്ല പച്ച തെറി പറയാനാ പച്ച വിഗ് വെച്ചോണ്ട്. അത് കാണുന്നില്ലത്. നിങ്ങൾ എന്തോ പറഞ്ഞത്? ഞാൻ പരദൂഷണം ഏജന്റ്. അതിപ്പോ നമ്മൾ പറഞ്ഞു പിൻവലിക്കണം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ചോദ്യം പിൻവലിക്കണം. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പിൻവലിക്കണം. ചോദ്യം കേൾക്കണ്ട, പിൻവലിക്കണം. ഞാൻ ചോദിക്കട്ടെ. പിൻവലിക്കണം. ഞാൻ ചോദിക്കട്ടെ. പിൻവലിക്കണം. ഞാൻ ചോദിക്കട്ടെ. ചോദ്യം പിൻവലിക്കണം. ഞാൻ ചോദിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ. ഞാൻ ചോദിക്കാൻ വന്നതും കൂടെ മറന്നു. ഇതാണ് ഈ ആണുങ്ങളുടെ കുഴപ്പം എന്ന് പറയുന്നത്. എടാ, അതാ ഇയാൾ മറന്നുപോയ ആണുങ്ങളുടെ തലയെ കൊണ്ടിരുന്നത്. എന്നാ പിന്നെ ഞാൻ ചോദിക്കാൻ വന്നത് എന്താന്ന് ഇയാൾ പറഞ്ഞതാടോ? ഞാൻ പറഞ്ഞു. ഇയാൾ പറഞ്ഞതാ? അതെന്തോ അച്ഛന്റെ കാര്യം ഏതാണ്ടല്ലായിരുന്നു. ഇതാണ് ഈ ആണുങ്ങളുടെ കുഴപ്പം. ഞാൻ ചോദിക്കാൻ വെച്ച ചോദ്യം അപ്പാടെ പഠിച്ചു വെച്ചേക്കുവാ. ഇയാൾ പറഞ്ഞിട്ടല്ലോ ഞാനത് പറഞ്ഞത്. എന്നാ പിന്നെ ഇയാൾ ഇവിടെ വന്നിരിക്കണോ? ഞാൻ അവിടെ വന്നിരിക്കാം. ഇവിടെ വന്നിരുന്നല്ലോ. ഇതാണ് ഈ ആണുങ്ങളുടെ കുഴപ്പം. പറഞ്ഞ ഉടനെ അവിടെ വന്നിരിക്കും. മടിയിൽ കയറി മടിയിലിരിക്കാമല്ലോ. ഇതാണ് ഈ ആണുങ്ങളുടെ കുഴപ്പം. തള്ളയെ കൊണ്ട് ഇതേ എനിക്കിതാണ് ഈ ആണുങ്ങളെ എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യം. എനിക്ക് ഇഷ്ടമല്ല. എനിക്ക്
ആഹാ, ആണുങ്ങളെ ഇഷ്ടമല്ല. ആണുങ്ങളുടെ ഷർട്ട് ഇടാം, ആണുങ്ങളുടെ പാന്റ് ഇടാം, ആണുങ്ങളെ പോലെ മുടിയും വെട്ടി നടക്കാം. ഒരു മീശയും കൂടെ വെച്ചാൽ ചേച്ചിയെ ഞാൻ ചേട്ടാന്ന് വിളിക്കാം. ഒരാൾ എന്ത് വസ്ത്രം ധരിക്കണം, എങ്ങനെ നടക്കണമെന്ന് തീരുമാനിക്കുന്നത് അയാളാണ്. ഇത് ചോദിക്കാൻ നിങ്ങൾ ആരാണ്? എന്റെ പേരിൽ ഇത്രയും നേരം ഇന്റർവ്യൂ നടത്തിയിട്ട് എന്റെ പേര് മറന്നുപോയോ? ഞാൻ ആരാന്നാണോ തള്ള ചോദിക്കുന്നത്? അതല്ല മിസ്റ്റർ ഷാജി കൃഷ്ണ, നിങ്ങൾ വയലന്റ് ആവരുത്. പേടിപ്പിച്ചപ്പോ പേരൊക്കെ തന്നെ വന്നത്. പണിക്കും പോയി ജീവിക്കണോ? അല്ല, നിങ്ങൾക്ക് എത്ര നിർബന്ധം എന്താണ് ഞാൻ പണിക്ക് പോകണമെന്നുള്ളത്? വീട്ടിൽ ചെന്ന് അച്ഛനും അമ്മയും പറയുന്നു പണിക്ക് പോകാൻ, നാട്ടിലിറങ്ങിയാൽ നാട്ടുകാർ പറയുന്നു പണിക്ക് പോകാൻ. എന്റെ വീട്ടിലൊരു സഹോദരനുണ്ട്, അവനോട് ആരും പറയുന്നില്ല പണിക്ക് പോകാൻ. ഈ അച്ഛനും അമ്മയ്ക്കും ഞാനും എന്റെ സഹോദരനും ഒരുപോലല്ലേ? അവന് കൈയും കാലുമില്ലേ? അവരെന്താ പണിക്ക് പോയാൽ? താങ്കളുടെ സഹോദരൻ എന്ത് ചെയ്യുന്നു? അവൻ റിസൾട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. PSC യുടെ ആണോ? അല്ല, 5ാം ക്ലാസ്സിന്റെ. ജയിച്ചു കഴിഞ്ഞാൽ 6ലോട്ടാണ് അവൻ പറയുന്നത്. ഈ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്ത് ജോലിക്ക് പോകണമെന്നാണ് താങ്കൾ പറയുന്നത്? 4ാം ക്ലാസ്സിലെ പിള്ളേർക്ക് ട്യൂഷൻ എടുത്താൽ പുളിക്കും, നല്ല വരുമാനം കിട്ടുമെന്നേ. എടോ, താൻ ഇങ്ങനെ മറ്റുള്ളവരുടെ കണ്ടന്റ് മോട്ടിച്ച് സ്വന്തം കണ്ടന്റ് ആക്കി നടക്കാതെ സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കി ജീവിക്കടോ. ഓ, ഇയാള് സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കുന്ന ഒരാള് വന്നേക്കുന്നു. പിന്നെ ഞാൻ സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കി തന്നെയാണ് സ്വന്തമായിട്ടൊന്നും അല്ല കണ്ടന്റ്. എടോ, അന്തസ്സുണ്ടെങ്കിൽ സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കതാ. എങ്ങനെ അന്തസ്സുണ്ടെങ്കിൽ സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കണ്ട. ആഹാ, എന്റെ കണ്ടന്റ് വിറ്റ് നിങ്ങളെ സുഖിക്കണ്ട ആടി കേട്ടോ. 3, 4 അന്തസ്സുണ്ടെങ്കിൽ സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കട്ടോ. എന്റെ കണ്ടന്റ് വിറ്റ് നിങ്ങളെ സുഖിക്കണ്ട ആടി കേട്ടോ. നിന്റെ അടുത്ത് ഞാനൊരു കാര്യം പറയാം. നീ ഈ കാറിലിരുന്ന് റിവ്യൂ ചെയ്യുന്നതൊക്കെ അങ്ങ് നിർത്തണം. എന്നിട്ട് നീ ഒരു ഫ്ലൈറ്റ് മേടിക്കണം. എന്നിട്ട് അതിലിരുന്ന് റിവ്യൂ ചെയ്യണം. ഉഗ്രൻ ഐഡിയ. എന്റെ അടുത്ത് ആരും പറഞ്ഞു തന്നിട്ടില്ല. അല്ല, ഈ ഫ്ലൈറ്റിൽ ഇരുന്ന് റിവ്യൂ ചെയ്യുമ്പോ എന്തോ സംഭവം? ഈ ഇന്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങുമ്പോ നീ എന്തായാലും എയറിലാണല്ലോ. നിനക്ക് ഫ്ലൈറ്റ് ആണ് ഇടുക്കൻ. അപ്പൊ ഞാൻ ഇനി മുതൽ വൈറലാ. എങ്ങനെ? എയറിലാന്ന്. ഒരു സ്കിറ്റ് എനിക്ക് കിട്ടിയെങ്കിൽ ഇവിടെ പലരും ഇന്റർവ്യൂ ചെയ്യുന്നവർക്കും ഒന്ന് കൊണ്ടിട്ടുണ്ടാകുമല്ലോ. ഈ ഇന്റർവ്യൂവിൽ എനിക്ക് കൊള്ളത്തില്ല. ഒരു അയലത്തെ വന്ന പോലും ഇല്ല. എനിക്ക് ഭയങ്കര സ്വീറ്റ് ആണ് ശരിക്കും പറയുമ്പോഴത്തേക്കും. ഞങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ ഔദ്യോഗികമായ ചാനലുകളിൽ പ്രോഗ്രാം ചെയ്തിരുന്നവരാണ്. അവിടെ ഇങ്ങനെ ചെയ്ത് അപ്പം തന്നെ തലയ്ക്ക് പിടിച്ച് പുറത്താക്കും. ഇപ്പൊ സ്വന്തം ചാനൽ തുടങ്ങുന്നവർക്ക് സ്വന്തം എന്തുകൊണ്ട് ചെയ്യാലോ. എന്തായാലും അസാധ്യമാണ്. ഞാൻ എൻജോയ് ചെയ്യണത്. രണ്ടുപേരെയും എനിക്ക് അറിയാവുന്നവരാണ്. അപ്പൊ ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇവിടെ പെർഫോമൻസിനനുസരിച്ച് എത്രത്തോളം ബാറ്ററി ചാർജ് കയറി എന്നുള്ളത് നമുക്ക് നോക്കാനുള്ള ടൈം ആയിരിക്കാണ്. ലെറ്റ്സ് സീ. ഓക്കെ, ബൈ. ശ്വേത ചേച്ചി, 15,000 rupees ആണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ ബാങ്ക് ഓഫ് ബോംബെ ഇട്ട് കൊടുത്തോളൂ. രണ്ട് പെർഫോമൻസ് കഴിഞ്ഞു. ഇന്നത്തെ സ്കിറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒരൊറ്റ തീരുമാനം ഞങ്ങൾക്ക് എടുക്കാനുള്ളൂ. അതായത് എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുമ്പോഴത്തേക്കും ക്യൂട്ടി ദ ബ്യൂട്ടീസ് ഓഫ് ഇന്നത്തെ മെയിൻ ഒരാളുണ്ടാവും. ആ മെയിൻ ആരാന്നുള്ളത് നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ ആലോചിച്ച് ഒരു ഡിസിഷനിലേക്ക് എത്തും. ആ പേര് പറയുന്നത് നമ്മുടെ ശ്വേത ചേച്ചി ആയിരിക്കും. അപ്പൊ എങ്ങനെയാണ് പേര് പറയുന്നോ അതോ സർപ്രൈസ് എൻട്രി ആണോ? ഐ തിങ്ക് എനിക്ക് എന്റെ മനസ്സിലൊരു തീരുമാനമുണ്ട്. ഞാൻ നേരിട്ട് വന്ന് ക്രൗൺ ചെയ്യാൻ. ഓക്കെ, ഓക്കെ പ്രേക്ഷകരെ, അതാ ശ്വേത ചേച്ചി ക്രൗൺ. मैं बड़ा भाई हूँ. बड़ा भाई चुप चुप पीछे हो जा पीछे. अरे ये कौन है? ആയി വിളിക്കുന്നു. എന്താടാ കിണയെന്ന്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ പുതിയ പിള്ളേര് വന്നിട്ട് എന്നെ അങ്ങനെ ചീത്ത പറയരുത്. मैं बड़ा भाई हूँ. चुप चुप. ചേച്ചി Yalla hala. Congratulations, Cutie
ബ്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പറും കൂടെ ലഭിക്കുകയാണ് ആനന്ദൂന്. ഈ അവസരത്തിൽ എന്നാ പറയാനുള്ളേ? വലിയ സന്തോഷം. എനിക്ക് ആദ്യമായിട്ടാണ് ഇത് കിട്ടുന്നത്. ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് നന്ദി പറയാനുള്ളത് ഗ്രൂമർ നിതീഷ് ചേട്ടനോടാണ്. നിതീഷ് ചേട്ടൻ അത് രാപ്പകലില്ലാതെ നമ്മളെ കൂടെ നിന്നായിരുന്നു ഇത് ചെയ്യാൻ വേണ്ടി. പിന്നെ എല്ലാവരും ഇവിടെ ആർട്ട് വർക്ക്, മ്യൂസിക്, എല്ലാവരും പ്രോപ്പർട്ടിക്ക് വരെ നന്ദി പറയണം. പ്രോപ്പർട്ടി എല്ലാവരും. സൂപ്പർ, ഓൾ ദി വെരി ബെസ്റ്റ്. ആ തോറ്റു കൊടുത്ത് ഇവർക്കും. നിങ്ങൾ തോറ്റിട്ടില്ല, നിങ്ങൾ ജയിച്ചവർ തന്നെയാണ് അല്ലേ? അതൊരു വിഷയമല്ല. ഈ വേദിയിൽ ഒരാളും തോക്കാറില്ല, എല്ലാരും ജയിക്കണേ ഉള്ളൂ. അത്രേ ഉള്ളൂ. കുച്ചു കുച്ചു ഹോത്താ ഹേ. അല്ല, ആ ഡയലോഗ് ഒന്നുകൂടെ, ആ ഡയലോഗ് അങ്ങനെ തന്നെ റെൻഡർ ചെയ്ത് ഒന്നുകൂടെ പറയോ? കുഴപ്പമില്ല, പെടാവായി. നമുക്കൊരു കാര്യം ചെയ്യാം. എന്തായാലും സമയം ഇത്രയും ആയ സ്ഥിതിക്ക് നമുക്കങ്ങ് വൈൻഡപ്പ് ചെയ്താലോ? ബട്ട് നമ്മൾ ഇവരെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. ഒരു എപ്പിസോഡും കൂടെ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ചിരിക്കണം, നിങ്ങളുടെ ഓർമ്മകൾ പറയണം, പഴയ കാലത്തെ ആ ഒരു എന്താ പറഞ്ഞ ഷോയിൽ ചെയ്തിട്ടുണ്ടായിരുന്ന അബദ്ധങ്ങൾ, കഥകൾ, രസകരമായ നിമിഷങ്ങൾ. അല്ല, നിങ്ങൾ നിർബന്ധിച്ച ഒരു വർഷം ഇരുന്നോളാം. നമുക്കത് ആലോചിക്കാം. ഓക്കെ, ഇനി നിങ്ങൾ തരുന്ന സ്നേഹവും ചിരിയും അനുസരിച്ചിരിക്കും മുന്നോട്ട് എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ എന്തായാലും ചേച്ചി വൈൻഡപ്പ് ചെയ്താലോ? അടുത്ത ദിവസം കാണാം. അതിലേക്ക് ബൈ ഫ്രം കോമഡി മാസ്റ്റേഴ്സ്. ബൈ.